എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ സത്സംഗം ആരംഭിക്കുകയാണ്. എല്ലാ ദിവസത്തെയും പോലെ തന്നെ ഇന്നത്തെ കർമ്മത്തെ ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഭാഗവതം പറയാനും കേൾക്കാനുമുള്ള അനുഗ്രഹവും അനുവാദവും നൽകണേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം 12ാമത്തെ അധ്യായം അല്ലേ, നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന 12ാമത്തെ അധ്യായം. ആ അധ്യായത്തിലെ ബ്രഹ്മദേവന്റെ സൃഷ്ടികർമ്മങ്ങളെക്കുറിച്ചാണ്, ബ്രഹ്മദേവൻ നടത്തുന്ന സൃഷ്ടികർമ്മത്തെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ മൈത്രേയ മഹർഷി വിദുരർക്ക് പറഞ്ഞു കൊടുക്കുന്നതായി ആണ് ഭാഗവതം. അവർ തമ്മിലുള്ള സംവാദത്തെക്കുറിച്ച് പരീക്ഷത്തിന് ശ്രീ ശുഗബ്രഹ്മർഷി പറഞ്ഞു കൊടുക്കുന്നു. അവർ തമ്മിലുള്ള സംവാദത്തെക്കുറിച്ച് നൈമിഷാരണ്യത്തിലിരുന്ന് സൂതമുനി ശൗനകാദി മഹർഷിമാർക്ക് പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെയാണ് നമ്മൾ ഭാഗവതം പഠിക്കുന്നത്. അപ്പോൾ മൈത്രേയ മഹർഷി വിദുരരുടെ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കുകയാണ്. അപ്പോൾ ബ്രഹ്മാവ് നടത്തുന്ന സൃഷ്ടിയെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്കറിയാം, ഏറ്റവും ആദ്യം ബ്രഹ്മദേവനിൽ നിന്നും ഏറ്റവും ആദ്യം പുറത്തേക്ക് വന്നത് ഒരു അവിദ്യയായിരുന്നു, അജ്ഞാനം. അത് വന്നു കഴിഞ്ഞപ്പോൾ ബ്രഹ്മാവിന് തന്നെ സ്വയം തോന്നിയത് എന്താ, എന്നിൽ നിന്നും ഒരു പാപം നിറഞ്ഞ സൃഷ്ടിയാണല്ലോ ഉണ്ടായത് എന്നൊരു സംതൃപ്തി കുറവ് ബ്രഹ്മാവിന് വന്നപ്പോൾ അദ്ദേഹം മനസ്സ് ഏകാഗ്രമാക്കി ഭഗവാനെ ധ്യാനിച്ചു. അങ്ങനെ ധ്യാനിച്ചപ്പോൾ ബ്രഹ്മദേവനിൽ നിന്ന് ആദ്യം ഉണ്ടായതാണ് സനകാദി മഹർഷിമാർ. ആ പുത്രന്മാർ ജന്മനാ ജീവൻ മുക്തരായിരുന്നു. അതുകൊണ്ട് തന്നെ അവരോട് പ്രജാസൃഷ്ടി, ബ്രഹ്മദേവൻ ചെയ്യുന്ന സൃഷ്ടികർമ്മം, പുത്രന്മാരോട് സൃഷ്ടികർമ്മം നടത്തണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ജന്മനാ മുക്തന്മാരായ സനകാദികൾ അത് നിഷേധിച്ചു. സ്വന്തം മക്കള് തൻ്റെ ആജ്ഞയെ നിഷേധിച്ചപ്പോൾ, അവരാൽ അവഗണിക്കപ്പെട്ടപ്പോൾ ബ്രഹ്മദേവന് കോപം വന്നു. ആ കോപം അദ്ദേഹം നിയന്ത്രിക്കാൻ ശ്രമിച്ചെങ്കിലും കോപം എന്നൊരു ഇമോഷൻ ഉണ്ടായില്ലേ. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ അതിൻ്റെ ഫലമായിട്ട് പുരികക്കൊടികളുടെ മധ്യത്തിൽ നിന്നും ഒരു കുമാരൻ ഉണ്ടായി. അതാണ് രുദ്രദേവൻ. ജനിച്ച മാത്രയിൽ തന്നെ തനിക്ക് നാമം തരൂ, സ്ഥാനമാനങ്ങൾ നൽകൂ എന്ന് പിതാവിനോട് ആവശ്യപ്പെട്ടു. അങ്ങനെ അദ്ദേഹത്തിന് രുദ്രൻ എന്ന നാമം നൽകി. ഇരുന്ന് കർമ്മം ചെയ്യാൻ 11 സ്ഥാനങ്ങളും നൽകി. ആ 11 സ്ഥാനങ്ങളിലിരിക്കുന്ന രുദ്രദേവന് 11 പത്നിമാരെയും നൽകി. ഇനി നിങ്ങൾ ഒരുമിച്ച് പ്രജാസൃഷ്ടി നടത്തിക്കോളൂ എന്ന് ബ്രഹ്മദേവൻ അനുവാദവും നൽകിയപ്പോൾ ജഗത്ത് മുഴുവൻ രുദ്രപുത്രന്മാരാൽ നിറഞ്ഞു. അങ്ങനെ സംഭവിച്ചപ്പോൾ എന്താ ഉണ്ടായത്? തമോ ഗുണമാണോ കൂടി നിൽക്കുന്നത് രുദ്രദേവന്. അപ്പൊ തമോ ഗുണം കൂടി നിൽക്കുന്ന പുത്രന്മാരാണ് രുദ്രദേവനിൽ നിന്നും സൃഷ്ടിക്കപ്പെടുന്നത്. അപ്പൊ ജഗത്ത് മുഴുവൻ തമോ ഗുണം കൂടി നിൽക്കുന്ന പുത്രന്മാരാൽ നിറഞ്ഞപ്പോൾ അവർ കോപാഗ്നിയാണ് അവരിൽ നിന്നും പുറത്തേക്ക് വരുന്നത്. ആ കോപത്തിന്റെ താപം ബ്രഹ്മദേവനും വരെ ഏൽക്കാൻ തുടങ്ങിയെന്ന്. അപ്പൊ ബ്രഹ്മാവ് പറഞ്ഞു, മതി, നിർത്തു, ഇങ്ങനെയല്ല സൃഷ്ടികർമ്മം നടത്തേണ്ടത്. ഇത് പ്രകൃതിദത്തമായി നിന്നിൽ നിൽക്കുന്ന ഗുണം എന്താണോ, തമോ ഗുണം, അതിനനുസരിച്ച് നിന്റെ മനസ്സിൽ തോന്നുന്ന പോലെയുള്ള സൃഷ്ടിയാണ് നീ നടത്തുന്നത്. അതിൽ നിന്ന് മുക്തമാവണം. ഈശ്വരേച്ഛയ്ക്കനുസരിച്ച് വേണം കർമ്മം ചെയ്യാൻ. അതിന് നീ മനസ്സിനെ ഏകാഗ്രമാക്കാം. ആ ഏകാഗ്രത ഉണ്ടാവാൻ തപസ് ചെയ്യാനായിട്ട് ബ്രഹ്മാവ് ആവശ്യപ്പെട്ടു. അങ്ങനെ രുദ്രദേവൻ തപസ്സിനായിട്ട് പോയി വനത്തിലേക്ക്. അതിനുശേഷം ബ്രഹ്മദേവൻ വീണ്ടും ഇനിയും സൃഷ്ടികർമ്മം നടത്തണമല്ലോ എന്ന് ചിന്തിച്ചു. അപ്പോൾ വീണ്ടും സൃഷ്ടികർമ്മം നടത്താനായിട്ട് ആഗ്രഹിച്ചപ്പോൾ ബ്രഹ്മാവിൽ നിന്നും 10 ഋഷികളാണ് ഉണ്ടായത് എന്നാണ് പറയുന്നത്. സൗണ്ട് വരുന്നു. 10
ഋഷികളാണ് ഉണ്ടായത്. ആ 10 നാരദ മഹർഷി, മരീചി തുടങ്ങിയ മഹർഷിമാരാണ് ഉണ്ടായത് എന്നറിയാലോ. അങ്ങനെ ആ 10 മഹർഷിമാരുണ്ടായി. അതിനുശേഷം പിന്നീട് സൃഷ്ടി അവരിലൂടെയാണ് നടന്നത്. അതുകൂടാതെ ബ്രഹ്മാവിൽ നിന്നും ധർമ്മമുണ്ടായി, അധർമ്മമുണ്ടായി, കാമക്രോധ ലോഭ വികാരങ്ങളൊക്കെ ബ്രഹ്മദേവനിൽ നിന്ന് തന്നെയാണ്. ബ്രഹ്മാവിൻ്റെ ശരീരത്തിൽ നിന്നും മനസ്സിൽ നിന്നും ഇവയെല്ലാം സൃഷ്ടിക്കപ്പെട്ടു. വാണീദേവിയായ സരസ്വതി ദേവിയും ഉണ്ടായി. ആ തൻ്റെ തന്നെ പുത്രിയായ സരസ്വതി ദേവിയോട് ഒരു ആഗ്രഹം, കാമം നിറഞ്ഞൊരാഗ്രഹം ബ്രഹ്മാവിന് തോന്നുകയുണ്ടായി. അതറിഞ്ഞ പുത്രന്മാർ, മഹർഷിമാരായ 10 പുത്രന്മാരും ബ്രഹ്മാവിനെ ഉപദേശിച്ചു. അങ്ങയുടെ മനസ്സിൽ ഇപ്പോൾ തോന്നുന്നത് വലിയൊരു അധർമ്മമാണ്. അങ്ങയ്ക്ക് മുൻപോ അങ്ങയ്ക്ക് ശേഷമോ ഒരു യുഗത്തിലും ഒരു കാലഘട്ടത്തിലും ഈ അധർമ്മം സംഭവിച്ചിട്ടില്ല. അങ്ങ് എത്രയും പെട്ടെന്ന് ഈ ചിന്തയിൽ നിന്നും പുറത്തു കയറണം എന്ന് ബ്രഹ്മാവിനോട് പറഞ്ഞു കൊടുത്തു, മനസ്സിലാക്കി കൊടുത്തു. അതോടൊപ്പം ആ 10 മഹർഷിമാരും ഭഗവാനോട് പ്രാർത്ഥിച്ചു. കാരണം ആ പ്രകൃതി ശക്തി അറിയാതെ ബ്രഹ്മാവിൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാവില്ല. അപ്പോൾ അത് തോന്നിപ്പിച്ച ഭഗവാൻ തന്നെ അതിൽ നിന്നും പുറത്ത് ബ്രഹ്മാവിൻ്റെ മനസ്സിൽ നിന്നും ആ ആഗ്രഹത്തെ ഇല്ലാതാക്കി തരണേ എന്ന് 10 പുത്രന്മാരും ഭഗവാനോട് പ്രാർത്ഥിച്ചു. തനിക്ക് തോന്നിയ ഈ ഒരു അധർമ്മം, അതിൽ ലജ്ജ തോന്നിയ ബ്രഹ്മദേവൻ മുഖം മാത്രം ബാക്കി നിർത്തി, ആ 4 മുഖങ്ങൾ മാത്രം ബാക്കി നിർത്തി ശരീരത്തെ ഉപേക്ഷിച്ചു. അപ്പം നമുക്കറിയാം ബ്രഹ്മാവിൻ്റെ ശരീരത്തിൻ്റെ കണങ്ങൾ ഈ അന്തരീക്ഷത്തിലാണ്, ഈ ശൂന്യതയിലേക്കാണ് ലയിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കി. ആ കണങ്ങൾ ഉരുണ്ടുകൂടിയിട്ടാണ് കാർമേഘം ഉണ്ടായത് എന്ന് പറഞ്ഞു. അപ്പോൾ ബ്രഹ്മദേവൻ്റെ ശരീര കണങ്ങളെല്ലാം ചേർന്ന് കാർമേഘമുണ്ടായി. അത് ഈ ശൂന്യതയിലേക്കാണ് ലയിച്ചത്. ബ്രഹ്മാവിൻ്റെ ശരീരം ഈ ശൂന്യമായ ഈ സ്പേസ് പറയില്ല, ഈ ആകാശം തന്നെയാണല്ലോ ഈ ശൂന്യമായ സ്പേസ്, ഇതിലേക്കാണ് ലയിച്ചത്. അങ്ങനെ അതിന് ശരീരം പോയി. അതിനുശേഷം വീണ്ടും സൃഷ്ടികർമ്മം നടത്തണമെന്ന ആഗ്രഹമുണ്ടായി. അങ്ങനെ പിന്നീട് നടന്ന സൃഷ്ടി മുഖത്ത് നിന്നാണ് സംഭവിച്ചത്. അപ്പോൾ 4 വേദങ്ങൾ ബ്രഹ്മദേവൻ്റെ 4 മുഖങ്ങളിൽ നിന്നുണ്ടായി. അത് യഥാക്രമം കിഴക്കോട്ട് നോക്കിയിരിക്കുന്ന മുഖം, തെക്കോട്ട് നോക്കിയിരിക്കുന്ന മുഖം, പടിഞ്ഞാട്ട് നോക്കിയിരിക്കുന്ന മുഖം, വടക്കോട്ട് നോക്കിയിരിക്കുന്ന മുഖം, അങ്ങനെ യഥാക്രമം, അതായത് കിഴക്ക്, തെക്ക്, പടിഞ്ഞാറ്, വടക്ക്, ഇതാണ് അതിൻ്റെ ക്രമം. ഈ ക്രമത്തിലാണ് ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം ഇവയെല്ലാം ഉണ്ടായത്. ഇനി വേദവിധി പ്രകാരം യാഗയജ്ഞാദി കർമ്മങ്ങൾ എങ്ങനെ നടത്തണമെന്നുള്ള അറിവുകളും അതുപോലെ തന്നെ 5 അതായത് ഇതിഹാസ പുരാണങ്ങളാകുന്ന 5-ാം വേദം എന്നറിയപ്പെടുന്ന ഇതിഹാസങ്ങളും പുരാണങ്ങളും ഇവയെല്ലാം ബ്രഹ്മദേവൻ്റെ മുഖത്ത് നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടത്. ഇത്രയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത് അല്ലേ. 39 ശ്ലോകങ്ങൾ വരെയാണ് കഴിഞ്ഞ ദിവസം കഴിഞ്ഞത്. ഇനി ഇന്ന് ശ്ലോകം 40. ഷോഡശി ഉക്തൗ പൂർവവക്ത്രാത് പുരുഷി അഗ്നിസ്തുതൗ അദാ ആപ്തോര്യമാം അതിരാത്രൗ ച വാജപേയം സഗോസവം. ഷോഡശി ഉക്തൗ പൂർവവക്ത്രാത് പുരുഷി അഗ്നിസ്തുതൗ അദാ ആപ്തോര്യമം അതിരാത്രൗ ച വാജപേയം സഗോസവം. അതായത് ഇവിടെ പറയുന്നത് എന്താ അറിയോ, യാഗത്തിൻ്റെ രീതികൾ, പല പല രീതിയിലുള്ള യാഗങ്ങളാണ് നടക്കുന്നത്. ഇതിൽ ഓരോ തരത്തിലുള്ള യാഗങ്ങളും ബ്രഹ്മദേവൻ്റെ മുഖത്ത് നിന്ന് തന്നെയാണ് ഉണ്ടായത്. അതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അതായത് ഷോഡശി എന്ന് പറയുന്ന ഒരു രീതി, ഷോഡശം, അതുപോലെ ഉക്തം എന്ന് വെച്ചാൽ ഉക്തം എന്നല്ല, ഉക്തം എന്നാണ് ശരിക്കും പറയുക. ഉക്തം എന്ന് പറയുന്നത് ഇത് രണ്ടും ഒരുമിച്ച് പറയുന്നത് കൊണ്ടാണ് കേട്ടോ. ഷോഡശി ഉക്തം എന്ന് പറയുന്നത് കൊണ്ടാണ് 2 എണ്ണം എന്നുള്ള അർത്ഥത്തിലാണ് ഉക്തം എന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. പക്ഷെ ശരിക്കും ഉക്തം എന്നാണ് പറയുക. അപ്പം 2 പേരും ഒരുമിച്ച് എഴുതിയത് കൊണ്ട് അത് ഉക്തം എന്നാക്കി. അപ്പോൾ ഷോഡശി എന്ന രീതിയും ഉക്തം എന്ന രീതിയും, ഈ 2 രീതിയിലുള്ള യാഗങ്ങൾ പൂർവവക്ത്രാത്, അതായത് അപ്രകാരം ആ രീതിയിൽ നടത്തുന്ന യാഗങ്ങൾ ഉണ്ടായത്, സൃഷ്ടിക്കപ്പെട്ടത് പൂർവം കിഴക്കോട്ട് നോക്കി നിൽക്കുന്ന മുഖത്ത് നിന്നാണ്. ബ്രഹ്മദേവൻ്റെ കിഴക്കോട്ട് നോക്കി നിൽക്കുന്ന മുഖത്തിൽ നിന്നാണ് ഈ 2 രീതിയിലുള്ള യാഗങ്ങൾ ഉണ്ടായത്, ഷോഡശി ഉക്തം. ഇനി പുരുഷി അഗ്നിസ്തുതൗ പുരുഷി അഗ്നിസ്തുതൗ, ഈ 2 രീതിയിലുള്ള യാഗങ്ങൾ. അപ്പോൾ യഥാക്രമം ഏത് ദിക്കിലേക്കായിരിക്കും? തെക്കോട്ട് നോക്കിയിരിക്കുന്ന മുഖത്ത് നിന്നും ഈ 2 രീതിയിലുള്ള യാഗങ്ങൾ ഉണ്ടായി. പുരുഷി അഗ്നിസ്തുത, ഈ 2 രീതിയിലുള്ള യാഗങ്ങൾ തെക്ക് ഭാഗത്തേക്ക് നോക്കിയിരിക്കുന്ന മുഖത്ത് നിന്നും സൃഷ്ടിക്കപ്പെട്ടു. അതിനുശേഷം
ആപ്തോര്യമം അതിരാത്രം, അതിരാത്രം എന്ന് പറയുന്നത് രണ്ടും ഒരുമിച്ച് പറയുന്നത് കൊണ്ട് ആപ്തോര്യമം അതിരാത്രം, ഈ രീതിയിലുള്ള യാഗങ്ങൾ ഉണ്ടായത് യഥാക്രമം ഇനി പടിഞ്ഞാറ് നോക്കിയിരിക്കുന്ന മുഖത്ത് നിന്നാണ് ഉണ്ടായത്. ഇനി വാജപേയം സഖോത്സവം, വാജപേയം സഖോത്സവം, ഈ രണ്ട് യാഗങ്ങളും സൃഷ്ടിക്കപ്പെട്ടത് വടക്കു നോക്കിയിരിക്കുന്ന ബ്രഹ്മദേവന്റെ വടക്കു നോക്കിയിരിക്കുന്ന മുഖത്ത് നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടത്. അപ്പോൾ ആ കിഴക്ക്, തെക്ക്, പടിഞ്ഞാറ്, വടക്ക് എന്ന ക്രമത്തിൽ ബ്രഹ്മദേവന്റെ ഈ 4 മുഖങ്ങളിൽ നിന്ന് ഇങ്ങനെയുള്ള 8 രീതിയിലുള്ള യാഗങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു. ഷോഡശി, ഉക്തം, പുരുഷി, അഗ്നിസ്തുതം, ആപ്തോര്യമം, അതിരാത്രം, വാജപേയം, സഖോത്സവം, ഈ 8 രീതിയിലുള്ള യാഗങ്ങൾ ഇതുപോലെ ബ്രഹ്മാവിൻ്റെ കിഴക്ക്, തെക്ക്, പടിഞ്ഞാറ്, വടക്ക് നോക്കിയിരിക്കുന്ന മുഖങ്ങളിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ടു. അതാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം. ഇനി ശ്ലോകം 41 പറയുന്നത്, ധർമ്മത്തിൻ്റെ 4 പാദങ്ങളും 4 ആശ്രമങ്ങളും ആ 4 ആശ്രമങ്ങളിലുള്ളവർ ചെയ്യേണ്ട കർമ്മങ്ങളും ബ്രഹ്മാവിൻ്റെ ഏതൊക്കെ മുഖങ്ങളിൽ നിന്നുണ്ടായി എന്നാണ് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ ധർമ്മത്തിൻ്റെ 4 പാദങ്ങൾ ഏതാണെന്നറിയാലോ? സത്യം, ദയ, തപസ്, ശുദ്ധി. ഇത് 4ഉമാണ് ധർമ്മത്തിൻ്റെ 4 പാദങ്ങൾ എന്ന് നമുക്കറിയാം. ഈ 4 പാദങ്ങളെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അവിടെ ശ്ലോകത്തിൽ പറയുന്നത് വിദ്യ, ദാനം, തപസ്, സത്യം, ധർമ്മസ്യ ഇതി പാദാനിച്ച ആശ്രമാം ച യഥാ സാഖ്യം അസൃജത് സഹ വൃത്തിഭിഹി. വിദ്യ, ദാനം, തപസ്, സത്യം, ധർമ്മസ്യ ഇതി പദാനി ച ആശ്രമാൻ ച യഥാ സാഖ്യം അസൃജത് സഹ വൃത്തിഭിഹി. അതായത് വിദ്യ, ആദ്യം പറയുന്നത് വിദ്യ. ധർമ്മത്തിൻ്റെ 4 പാദങ്ങളിൽ നമ്മൾ വിദ്യ കേട്ടിട്ടില്ല. അതായത് ഇവിടെ വിദ്യ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും? ആത്മജ്ഞാനം അല്ലേ? ആത്മവിദ്യ. ആത്മവിദ്യ നേടിക്കഴിഞ്ഞാൽ എന്താ നമ്മൾ ഒരാൾ ആത്മവിദ്യ നേടിക്കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ കാഴ്ചപ്പാട് മാറി പലതായി കാണില്ല, എല്ലാത്തിനെയും ഒന്നായി കാണും. അപ്പോൾ ഇല്ലേ? അപ്പോൾ ഒന്നായി കാണുമ്പോൾ എന്താ, ഞാൻ തന്നെയാണ് സകല ചരാചരങ്ങൾ എന്ന രീതിയിൽ കാണുമ്പോൾ എല്ലാത്തിനോടുമുള്ള ഒരു സ്നേഹവും എല്ലാത്തിനോടും ഒരു കരുണയും ദയയും ഒക്കെ ഉള്ള ഒരു മനസ്സായിരിക്കും. ആരോടും കോപിക്കാൻ തന്നെ തോന്നില്ല എന്ന് പറയില്ലേ, അതായിരിക്കും അവസ്ഥ. അപ്പോൾ അതാണ് ഇവിടെ വിദ്യ എന്ന് പറയുന്നത്. അപ്പോൾ വിദ്യ എന്ന് പറഞ്ഞാൽ ധർമ്മത്തിൻ്റെ 4 പാദങ്ങളിലെ ദയ, എല്ലാവരോടും ഒരുപോലെയുള്ള ദയ. പിന്നെ ദാനം, പിന്നെ തപസ്, അടുത്തത് സത്യം അല്ലേ? അപ്പോൾ ദയ, ദാനം, തപസ്, സത്യം, ഈ 4 എണ്ണമാണ് ധർമ്മത്തിൻ്റെ 4 പാദങ്ങൾ. ഇത് ധർമ്മസ്യ, ധർമ്മത്തിൻ്റെ ഇതി, ഇപ്രകാരമുള്ള പാദാനിച്ച 4 പാദങ്ങൾ യഥാക്രമം ബ്രഹ്മദേവന്റെ 4 മുഖങ്ങളിൽ നിന്നും ഉണ്ടായി. അപ്പോൾ ഏറ്റവും ആദ്യത്തെ ദയ ഉണ്ടായത് കിഴക്കോട്ട് നോക്കിയിരിക്കുന്ന മുഖത്ത് നിന്ന്, ദാനമുണ്ടായത് തെക്കു ഭാഗത്തേക്ക് നോക്കിയിരിക്കുന്ന മുഖത്ത് നിന്ന്, തപസ്സുണ്ടായത് പടിഞ്ഞാറ് നോക്കിയിരിക്കുന്ന മുഖത്ത് നിന്ന്, സത്യമുണ്ടായത് വടക്ക് നോക്കിയിരിക്കുന്ന മുഖത്ത് നിന്ന്. അതാണ് ആദ്യത്തെ. ഇനി രണ്ടാമത്തെ എന്താ? ആശ്രമാഞ്ച, 4 ആശ്രമങ്ങൾ. ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം, 4 ആശ്രമങ്ങൾ യഥാക്രമം ബ്രഹ്മദേവന്റെ 4 മുഖങ്ങളിൽ നിന്നും ഉണ്ടായി. യഥാസാഖ്യം എന്ന് വെച്ചാൽ യഥാക്രമം, അസൃജത് എന്ന് വെച്ചാൽ ഉണ്ടായി, സഹ അതിൻ്റെ കൂടെ, സഹ എന്ന് വെച്ചാൽ കൂടെ, വൃത്തിഭിഹി, വൃത്തിഭി എന്ന് വെച്ചാൽ ഈ 4 ആശ്രമങ്ങളിൽ ഉള്ളവരുടെ കർമ്മം. ഈ 4 ആശ്രമങ്ങളിലുള്ളവർക്കും ജീവിക്കാൻ ഓരോ കർമ്മങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അവരുടെ ഉത്തരവാദിത്തങ്ങൾ. അതാണ് വൃത്തിഭിഹി. ആ കർമ്മങ്ങളും ഇതുപോലെ തന്നെ ബ്രഹ്മദേവന്റെ 4 മുഖങ്ങളിൽ നിന്നാണ് ഉണ്ടായത്. അപ്പം 4 ആശ്രമം. ആദ്യത്തെ ബ്രഹ്മചര്യം കിഴക്കോട്ട് നോക്കിയിരിക്കുന്ന മുഖത്ത് നിന്ന്, രണ്ടാമത്തെ ഗാർഹസ്ഥ്യം തെക്കോട്ട് നോക്കിയിരിക്കുന്ന മുഖത്ത് നിന്ന്, മൂന്നാമത്തെ വാനപ്രസ്ഥം പടിഞ്ഞാറ് നോക്കിയിരിക്കുന്ന മുഖത്ത് നിന്ന്, 4ാമത്തെ സന്യാസം വടക്കു നോക്കിയിരിക്കുന്ന മുഖത്ത് നിന്നും ഉണ്ടായി. ഇനി ഈ 4 ആശ്രമങ്ങളിലുള്ളവർ അനുഷ്ഠിക്കേണ്ട അവരുടെ കടമകൾ, അവരനുഷ്ഠിക്കേണ്ട ജീവിത രീതി, അതും 4 എണ്ണായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അതും ബ്രഹ്മദേവന്റെ ഈ 4 മുഖങ്ങളിൽ നിന്നാണ് ഉണ്ടായത് എന്നാണ് പറയുന്നത്. അതാണ് ഇനി 42ഉം 43ഉം ശ്ലോകങ്ങളിൽ പറയുന്നത് കേട്ടോ. ഈ 4 ആശ്രമങ്ങളിലുള്ളവർ ജീവിക്കേണ്ട ജീവിത രീതി 4 എണ്ണമാണ്. ഓരോന്നിലും 4 എണ്ണം വീതമുണ്ട്. അവയെല്ലാം ബ്രഹ്മാവിൻ്റെ 4 മുഖത്ത് നിന്നാണ് ഉണ്ടായത്. അതാണ് ശ്ലോകം 42. സാവിത്രം പ്രജാപത്യം ച ഭ്രാമം ച അദ ബൃഹത്തത വാർത്താ സഞ്ജയശാലീന ശിലോഞ്ച ഇതി വൈ ഗൃഹേ. സാവിത്രം പ്രജാപത്യം ച ഭ്രാമം ച അദ ബൃഹത്തത വാർത്താ സഞ്ജയശാലീന ശിലോഞ്ച ഇതി വൈ ഗൃഹേ. അപ്പം എന്താ? സാവിത്രം എന്ന് പറഞ്ഞാൽ ഏറ്റവും ആദ്യത്തെ ഈ 42ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്
ബ്രഹ്മചര്യവും ഗാർഹസ്ഥ്യവും ഈ രണ്ട് ആശ്രമത്തിലുള്ളവർ അനുഷ്ഠിക്കുന്ന ജീവിത രീതിയെക്കുറിച്ചാണ് 42ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. അപ്പോൾ ഏറ്റവും ആദ്യത്തെ പറയുന്നത് സാവിത്രം. സാവിത്രം എന്ന് വെച്ചാൽ ഉപനയന കർമ്മം. ഇപ്പം നമ്മളൊരു വിദ്യ അഭ്യസിക്കാൻ തുടങ്ങുന്നതിനുമുള്ള ആരംഭം കുറിക്കുന്ന കർമ്മം, അതാണ് ഉപനയനം. ഇപ്പം നമ്മൾ ബ്രാഹ്മണരാണെങ്കിൽ ഉപനയനം, പൂണൂൽ ധാരണം ഒരു ചടങ്ങാക്കി ഉപനയനം ആരംഭിക്കില്ലേ. അപ്പോൾ അതാണ് ഉപനയന കർമ്മം. അതായത് ആത്മവിദ്യ, ബ്രഹ്മചര്യമാണല്ലോ വിദ്യ അഭ്യസിക്കേണ്ട കാലം, ആത്മവിദ്യ അഭ്യസിക്കാനായിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ അതിനായിട്ട് ചെയ്യുന്ന ആചാരം, ചടങ്ങ്, അതാണ് സാവിത്രം. ഇനി പ്രജാപത്യം. പ്രജാപത്യം എന്ന് വെച്ചാൽ ഈ ഒരു ഉപനയനം കർമ്മം കഴിഞ്ഞു കഴിഞ്ഞാൽ വിദ്യ അഭ്യസിക്കുന്ന ആ ബ്രഹ്മചര്യ കാലഘട്ടത്തിൽ അവർ ഇന്ന കർമ്മങ്ങൾ ചെയ്തു കൊള്ളാം എന്നുള്ള പ്രതിജ്ഞ ചെയ്യുക, അതാണ് പ്രജാപത്യം എന്ന് പറയുന്നത്. അതായത് ഇന്ന കർമ്മങ്ങൾ നിർവഹണ പ്രതിജ്ഞ പാലിക്കൽ, ഇന്ന കർമ്മങ്ങൾ നിർവഹിക്കാം എന്ന് പ്രതിജ്ഞ ചെയ്ത് ജീവിക്കുക, അതാണ് പ്രജാപത്യം ബ്രഹ്മചര്യ കാലഘട്ടത്തിൽ. ഇനി അടുത്തത് ബ്രാഹ്മം എന്ന് പറഞ്ഞാൽ വേദപഠനം, 4 വേദങ്ങളെയും പഠിക്കുക. അടുത്തത് അതാന്ന് വെച്ചാൽ അതുപോലെ ബൃഹത്ത് എന്ന് വെച്ചാൽ എന്താ പറയുക അറിയോ, ആ കാമവികാരങ്ങളെയൊക്കെ നിയന്ത്രിക്കുക, ലൈംഗിക ജീവിതത്തെ പൂർണ്ണമായും ഉപേക്ഷിക്കുക. അത് ബ്രഹ്മചര്യ കാലഘട്ടത്തിൽ പറഞ്ഞിട്ടുള്ളതല്ല, മനസ്സിലായ, അത് ഗാർഹസ്ഥ്യത്തിൽ വിധിക്കപ്പെട്ടതാണ്. അപ്പോൾ ലൈംഗിക ജീവിതത്തിൻ്റെ പരിപൂർണമായിട്ടുള്ള വർജനം എന്നാണ് പറയുന്നത്, ഭാഗവതത്തിൽ പറയുന്നത്. അതാണ് ബൃഹത്ത് എന്ന് പറയുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ ബ്രഹ്മചര്യ എന്ന ആശ്രമത്തിൽ ഏറ്റവും ആദ്യത്തെ ആശ്രമമായ ബ്രഹ്മചര്യം, ആ കാലഘട്ടത്തിൽ അനുഷ്ഠിക്കേണ്ട 4 രീതികൾ, ചെയ്യേണ്ട 4 കടമകൾ, ഉത്തരവാദിത്തങ്ങൾ, ഇത് 4ഉം ബ്രഹ്മാവിൻ്റെ യഥാക്രമമുള്ള 4 മുഖങ്ങളിൽ നിന്നാണ് ഉണ്ടായത്. ഏറ്റവും ആദ്യത്തെ സാവിത്രം, അതായത് ഒന്നുകൂടി പറയാം, ഉപനയന കർമ്മം, ആ വിദ്യ അഭ്യസിക്കുന്നതിൻ്റെ ആരംഭ ചടങ്ങ്, അത് ബ്രഹ്മദേവൻ്റെ ഏതായിരിക്കും, കിഴക്ക് നോക്കിയിരിക്കുന്ന മുഖാണല്ലോ ആദ്യത്തെ, ആ മുഖത്ത് നിന്നാണ് ഉണ്ടായത്. രണ്ടാമത്തെ പ്രജാപത്യം, ഇങ്ങനെയുള്ള കർമ്മങ്ങൾ ചെയ്ത് ജീവിക്കാമെന്ന് പ്രതിജ്ഞ എടുക്കൽ, അത് ബ്രഹ്മദേവൻ്റെ തെക്കോട്ട് നോക്കിയിരിക്കുന്ന മുഖത്ത് നിന്നാണ് ഉണ്ടായത്. അടുത്തത് ബ്രാഹ്മം എന്ന് വെച്ചാൽ വേദപഠനം, അത് പടിഞ്ഞാറ് നോക്കിയിരിക്കുന്ന മുഖത്തു നിന്നുണ്ടായി. 4ാമത്തെ എല്ലാ ലൈംഗിക ജീവിതത്തിനോടുള്ള വർജനം, അത് വടക്കോട്ട് നോക്കിയിരിക്കുന്ന മുഖത്ത് നിന്നും പുറത്തു വന്നു. അപ്പോൾ ബ്രഹ്മചര്യം അനുഷ്ഠിക്കുന്ന ആദ്യ ആശ്രമത്തിലെ 4 ജീവിത രീതിയിലും അനുഷ്ഠിക്കേണ്ടതായ കർമ്മങ്ങളും യഥാവിധി ബ്രഹ്മാവിൻ്റെ യഥാക്രമത്തിലുള്ള 4 മുഖങ്ങളിൽ നിന്ന് തന്നെയാണ് അത് പുറത്തു വന്നത്. ഇനി അടുത്തത് ഗൃഹേ, ആ ശ്ലോകത്തിലെ 2ാമത്തെ വരിയിൽ അവസാനത്തെ അക്ഷരം ഗൃഹേ എന്ന് വെച്ചാൽ ഗാർഹസ്ഥ്യം, ഗൃഹജീവിതം അനുഷ്ഠിക്കുന്ന. അപ്പോൾ ഗാർഹസ്ഥ്യ ജീവിതം, കുടുംബസ്ഥനായിട്ട് ജീവിക്കുമ്പോൾ അനുഷ്ഠിക്കേണ്ട 4 കർമ്മങ്ങൾ, പ്രധാനമായിട്ടുള്ള 4 കർമ്മങ്ങൾ, ഇതുപോലെ തന്നെ ബ്രഹ്മാവിൻ്റെ 4 മുഖങ്ങളിൽ നിന്നാണ് ആ കർമ്മങ്ങളും പുറത്തു വന്നത്. ഈ 4 ആശ്രമങ്ങളും അതിൽ അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങളും യഥാക്രമം ബ്രഹ്മാവിൻ്റെ മുഖത്ത് നിന്ന് തന്നെയാണ് ഉണ്ടായത്. ഇപ്പോൾ ബ്രഹ്മചര്യ കാലഘട്ടത്തിലെ 4 കർമ്മങ്ങളും നമ്മൾ മനസ്സിലാക്കി. ഇനി ഗാർഹസ്ഥ്യത്തിലെ 4 കർമ്മങ്ങൾ, വാർത്ത, സഞ്ജയ, ശാലീന, ശിലോഞ്ച, ഇതാണ് 4 വാർത്ത എന്ന് വെച്ചാൽ അറിയാലോ, കൃഷി, വ്യവസായം, ഉപജീവന മാർഗം നോക്കുക. അപ്പോൾ ഇവിടെ ഗൃഹ എന്ന് പറയുമ്പോൾ അന്നത്തെ കാലത്ത് ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥ, സന്യാസാണ്. അപ്പോൾ ഗാർഹസ്ഥ്യ ജീവൻ എന്ന് പറയുമ്പോൾ വേദവിധി പ്രകാരമുള്ള ഉപജീവന മാർഗം കണ്ടെത്തുക, തൊഴിൽ മാർഗം കണ്ടെത്തുക, അതാണ് വാർത്ത. വേദവിധി പ്രകാരമുള്ള തൊഴിൽ മാർഗം കണ്ടെത്തി അനുഷ്ഠിക്കുക, അതാണ് വാർത്ത. 2 സഞ്ജയ എന്ന് വെച്ചാൽ ആ തൊഴിൽ വളരെ ഭംഗിയായി നിർവഹിച്ച് അതിലൂടെ ജീവിക്കാൻ വേണ്ട പണം, ജീവിക്കാൻ ആവശ്യമായ പണമോ ധനമോ എന്താണെങ്കിലും സമ്പാദിക്കുക, അതാണ് സഞ്ജയ. ആ വേദവിധി പ്രകാരമുള്ള ഒരു തൊഴിൽ മാർഗം കണ്ടെത്തുക, ആ കർമ്മം വളരെ ഭംഗിയായി അനുഷ്ഠിച്ചിട്ട് അതിലൂടെ ജീവിതമാർഗത്തെ കണ്ടെത്തുക, അതിൽ നിന്ന് കിട്ടുന്ന ധനം കൊണ്ട് ജീവിക്കാം. ഇനി ശാലീന എന്ന് വെച്ചാൽ വേറൊരാളെ ആശ്രയിക്കാതെ ഇരിക്കുക, ജീവിക്കാൻ വേണ്ടി മറ്റുള്ളവരെ ആശ്രയിക്കരുത്, അതാണ് ശാലീന എന്ന് പറയുന്നത്. ഇനി അടുത്തത് ശിലോഞ്ച എന്ന് പറഞ്ഞാൽ അതായത് ഇവിടെ നമ്മുടെ ഭാഗവതത്തിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മറ്റുള്ളവർ ഉപേക്ഷിക്കുന്ന ധാന്യങ്ങൾ എടുത്തിട്ട് ഭക്ഷണമാക്കുക എന്ന് വെച്ചാൽ എന്തായിരിക്കും, ഭിക്ഷാടനം അല്ലേ, ഭിക്ഷ ചോദിച്ചിട്ട് കിട്ടുന്ന ധാന്യങ്ങൾ കൊണ്ട് അന്നം കഴിക്കുക, അതാണ് പറയുന്നത്.
അതാണ് മറ്റുള്ളവർ ഉപേക്ഷിക്കുന്ന. ഭിക്ഷയായിട്ട് കൊടുക്കാൻ നമുക്ക് വേണ്ടാത്തത് എന്താണോ അതാണല്ലോ നമ്മൾ കൊടുക്കുക. അപ്പോൾ ആ കൊടുക്കുന്നത്, അപ്പം മറ്റുള്ളവർ ഉപേക്ഷിച്ച ധാന്യങ്ങൾ, അങ്ങനെ അവർ കൊടുക്കുന്ന ധാന്യങ്ങൾ സ്വീകരിച്ച് അതുകൊണ്ട് ഭക്ഷണം കഴിക്കുക. ഇതാണ് ഗൃഹസ്ഥാശ്രമിയുടെ 4 പ്രധാനപ്പെട്ട കർമ്മങ്ങൾ. 1, വിധി പ്രകാരമുള്ള തൊഴിൽ കണ്ടുപിടിക്കുക, അത് ചെയ്യുക. 2, അത് വൃത്തിയായി ചെയ്ത് അതിലൂടെ ധനം സമ്പാദിച്ച് ജീവിക്കാൻ ശ്രമിക്കുക. 3, മറ്റുള്ളവരെ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കാതിരിക്കുക. അടുത്തത്, മറ്റുള്ളവർ ഉപേക്ഷിക്കുന്ന, അവർക്ക് വേണ്ടാതെ ഉപേക്ഷിക്കുന്ന ധാന്യങ്ങളെ സ്വീകരിച്ച് ഭിക്ഷ യാചിച്ച് കിട്ടുന്ന ധാന്യം കൊണ്ട് ഭക്ഷിക്കുക. അതെന്താ അങ്ങനെ പറയണതെന്ന് വെച്ചാൽ ഈഗോ പോവാനാണ്. നമ്മളാണെങ്കിൽ ഒരാളുടെ അടുത്ത് നിന്ന് 1 രൂപ ചോദിക്കാൻ നാണക്കേടാണ്. അതാണ് നമ്മുടെ ഈഗോ ആണത്. അപ്പോൾ ഈ നമ്മൾ ഇന്നത്തെ കാലത്ത് പോലും സന്യാസം സ്വീകരിക്കുന്നവർക്ക്, ഇപ്പോൾ നോർത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ സന്യാസം സ്വീകരിക്കണമെങ്കിൽ അവരോട് ഭിക്ഷാടനം നടത്താൻ പറയും. അതായത് ഞാൻ എന്നൊരു അഹം നമ്മുടെ ഉള്ളിൽ നിന്ന് കൊഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഗാർഹസ്ഥ്യത്തിലേ അതിനെ പരിശീലിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ജീവിത മാർഗം പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഈ 4 മാർഗങ്ങളും ഇതുപോലെ തന്നെ ബ്രഹ്മാവിൻ്റെ കിഴക്ക്, തെക്ക്, പടിഞ്ഞാറ്, വടക്ക് ഇങ്ങനെ നോക്കിയിരിക്കുന്ന 4 മുഖങ്ങളിൽ നിന്നും യഥാക്രമം ഉണ്ടായി. അപ്പോൾ വാർത്ത കിഴക്കോട്ട് നോക്കിയിരിക്കുന്ന മുഖത്ത് നിന്ന് സഞ്ജയ, തെക്കോട്ട് നോക്കിയിരിക്കുന്ന മുഖത്ത് നിന്ന് ശാലീന, പടിഞ്ഞാറ് നോക്കിയിരിക്കുന്ന മുഖത്ത് നിന്ന് ശിലോഞ്ച, വടക്കോട്ട് നോക്കിയിരിക്കുന്ന മുഖത്ത് നിന്നും ഉണ്ടായി. അപ്പോൾ ബ്രാഹ്മണരുടെയും ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം ഈ 2 ആശ്രമത്തിൽ വസിക്കുന്നവരുടെ 4 വീതമുള്ള കടമകൾ ഇതുപോലെ ബ്രഹ്മാവിൻ്റെ 4 മുഖത്ത് നിന്നും ചതുർമുഖത്ത് നിന്നും ഉണ്ടായി, സൃഷ്ടിക്കപ്പെട്ടു. ഇനി 43 പറയുന്നത് വാനപ്രസ്ഥവും സന്യാസവും, അവസാനത്തെ 2 ആശ്രമങ്ങൾ. അതിലുള്ളവർക്കും ഇതേപോലെ തന്നെ 4 വൃത്തിവി കർമ്മങ്ങളുണ്ട്. അതിനെക്കുറിച്ചാണ് ഇനി പറയുന്നത്. ശ്ലോകം 43. വൈഗാനസ ഭാലകില്യ ഔദുംബര ഭേനപ വനേ ന്യാസേ കുടീചക പൂർവം ബഹുവോദ ഹംസ നിഷ്ക്രിയൗ. എന്നോട് പറയാം. വൈകാനസ ബാലകില്യ ഔദുംബര പേനപ വനേ ന്യാസേ കുടീചക പൂർവം ബഹുവോദ ഹംസ നിഷ്ക്രിയ. അതായത് ഏറ്റവും ആദ്യത്തെ എന്തായിരിക്കും? വാനപ്രസ്ഥം അല്ലെ? 3ാമത്തെ ആശ്രമമായ വാനപ്രസ്ഥത്തിലുള്ളവർ അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങൾ. വൈകാനസ എന്ന് വെച്ചാൽ വീട്ടിൽ തന്നെ വസിക്കുക, പക്ഷേ ഗൃഹസ്ഥാശ്രമിയെ പോലെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുക്കാതെ അതിനെയൊക്കെ ഭൗതികമായ എല്ലാ വിഷയങ്ങളിൽ നിന്നും മുക്തമായിട്ട് അതിൽ നിന്നൊക്കെ ഒന്ന് ഉൾവെലിഞ്ഞ്, കുടുംബമൊന്നും ഉപേക്ഷിച്ചിട്ടില്ല, ഉപേക്ഷിക്കുന്നത് സന്യാസത്തിലല്ലേ, പക്ഷെ അതിനുള്ള ഒരു പ്രാക്ടീസ്, അതിനുള്ള ഒരു പരിശീലനം നേടിക്കൊണ്ടുള്ള ജീവിക്കുക. അതാണ് വാനപ്രസ്ഥത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എല്ലാ ഭൗതികമായ കുടുംബപരമായ കാര്യങ്ങളിൽ നിന്നൊക്കെ ഉൾവലിയുക, അതിനൊക്കെ മക്കൾക്ക് അല്ലെങ്കിൽ അതൊക്കെ കൊടുത്ത് ആ ഉത്തരവാദിത്തങ്ങളിൽ നിന്നൊക്കെ ഉൾവലിഞ്ഞ് ഇരിക്കുക. അതാണ് വൈകാനസ. ഇനി ബാലകില്യ എന്ന് വെച്ചാൽ അതായത് കുറേ പണം ഇങ്ങനെ ഈ സമ്പാദിച്ച് കൂട്ടുന്നതിലൊന്നും താല്പര്യമില്ല. ജീവൻ നിലനിൽക്കണമെങ്കിൽ ഭക്ഷണം കഴിക്കണ്ടേ? അപ്പോൾ അന്ന് എന്ത് എനിക്ക് കിട്ടി അത് കഴിക്കാം. അന്നത്തെ ഭക്ഷണത്തിന് വേണ്ടി മാത്രം പണിയെടുക്കുക. അന്ന് എന്താണോ ഭക്ഷണം കഴിക്കാൻ കിട്ടിയത് അന്നന്നത്തെ അന്നം കഴിക്കാം. നാളേക്ക് വേണ്ടി സ്വരൂപിച്ച് വെക്കുന്ന ഒരു മനസ്സ്, അല്ലെങ്കിൽ നാളേക്ക് വേണ്ടി എന്തെങ്കിലും സൂക്ഷിച്ചു വെക്കുക, അതില്ല അന്ന്. അതാണ് ബാലകില്യ എന്ന് പറയുന്നത്. അന്ന് എന്ത് കിട്ടുന്നു അതാണ് ബാലകില്ല എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നാളേക്ക് വേണ്ടി സമ്പാദിക്കലും ശേഖരിക്കലും ഇല്ല. മനസ്സിലായ? ഇന്ന് എന്ത് പ്രകൃതി നിശ്ചയം എനിക്ക് തന്നു, പ്രകൃതി ഇന്ന് എനിക്ക് എന്താണ് തന്നത് അത് ഞാൻ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു എന്നുള്ളൊരു മനസ്സോടുകൂടി ഇരിക്കാം. ഇനി ഔദുംബര എന്ന് വെച്ചാൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുക. അതായത് എൻ്റെ വീട്, ഞാൻ എൻ്റെ വീട്ടിൽ സുഖമായിട്ട് വസിക്കുന്നു, അങ്ങനെയില്ല. അതായത് ഉറങ്ങി എഴുന്നേറ്റ് മുന്നോട്ട് കാണുന്ന സ്ഥലം അങ്ങടാ നടക്കുക എന്ന്. അതാണ്. അപ്പോൾ അലഞ്ഞു തിരിഞ്ഞ് നടക്കുക എന്നർത്ഥം. അതെന്താ അങ്ങനെ പറയണമെന്ന് വെച്ചാൽ എൻ്റെ വീട്, എൻ്റെ നാട് എന്നുള്ള അറ്റാച്ച്മെൻ്റ് ഉണ്ടല്ലോ, എൻ്റെ എന്നുള്ളത്. ഇത് എൻ്റെ വീടാണ്, എനിക്ക് എൻ്റെ വീട്ടിൽ കിടന്നാൽ ഉറക്കം വരുള്ളൂ എന്നൊക്കെ പറയില്ലേ? ആ ഒരു അറ്റാച്ച്മെൻറ്റ് ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് വാനപ്രസ്ഥത്തിൽ അത് പരിശീലിക്കുന്നത്. ഔദുംബര എന്ന് പറഞ്ഞാൽ. ഇപ്പം നാരദ മഹർഷി ചോദിക്കില്ലേ, നാരദ മഹർഷിയാണ് ഏറ്റവും ഭാഗ്യവാൻ എന്ന് പറയും. നാരദ മഹർഷിക്ക് സ്വന്തമായിട്ടൊരു ഭൂമി പോലും ഇല്ല, കുടുംബവും ഇല്ല, ഒന്നുമില്ല. അതുകൊണ്ട് എന്താ, ലോകം മുഴുവനും സ്വന്തം വീടാണ്. അതുപോലെയാണ്, സ്വന്തമായിട്ട് എനിക്കൊരു തരി മണ്ണുണ്ടായിരുന്നെങ്കിൽ അതാണ് എൻ്റെ ഭൂമി, അതാണ് എൻ്റെ വീട് എന്നുള്ളൊരു അറ്റാച്ച്മെൻ്റ് എനിക്ക് വന്നേനെ. അപ്പം മറ്റുള്ളതൊന്നും എൻ്റെ അല്ല എന്ന് എനിക്ക് തോന്നിയേനെ.
ഇതിപ്പോൾ അതില്ലാത്തത് കൊണ്ട് ലോകം മുഴുവൻ ജഗത്ത് മുഴുവൻ എൻ്റെ സ്വന്തം എന്നൊരു ഒരു മനസ്സാണ് നാരദ മഹർഷിക്ക്. അപ്പോൾ അത് പറഞ്ഞതുപോലെ അങ്ങനെ എൻ്റെ വീട് അല്ലെങ്കിൽ എൻ്റെ കുടുംബം എന്നുള്ള അറ്റാച്ച്മെൻ്റ് ഇല്ലാതാവാൻ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുക, അതും വാനപ്രസ്ഥത്തിൽ ആ കാലഘട്ടങ്ങളിൽ അനുഷ്ഠിച്ചിരുന്ന ഒരു ജീവിത രീതിയായിരുന്നു. ഇനി ഭേനപ എന്ന് പറഞ്ഞാൽ എന്താ? കൊഴിഞ്ഞു വീഴുന്ന പഴവർഗ്ഗങ്ങൾ ഭക്ഷിച്ച് ജീവിക്കാം. അതായത് ഇനി സന്യാസം സ്വീകരിച്ച് കാട്ടിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ പഴങ്ങളായിരിക്കും കഴിക്കാൻ കിട്ടുക. അതും എറിഞ്ഞു വീഴ്ത്തില്ല, കൊഴിഞ്ഞു വീഴുന്ന പഴങ്ങൾ കഴിച്ച് വിശപ്പടക്കി ജീവിക്കുക. ഈ 3 ജീവിത രീതിയും പരിശീലിക്കുന്ന ഒരു കാലമാണ് വാനപ്രസ്ഥം. അതായത് കുടുംബത്തിൽ തന്നെ വസിക്കാം, വൈകാനസാഗച്ച, എന്നാൽ ഭൗതികമായ എല്ലാ കുടുംബകാര്യങ്ങളിൽ നിന്നും ഉൾവലിഞ്ഞ് സ്വസ്ഥമായിട്ട് ഇരിക്കുക. 2, എന്താണോ അന്ന് അനുഭവിക്കാൻ കിട്ടുന്നതും കഴിക്കാൻ കിട്ടുന്നതും അത് സന്തോഷത്തോടെ സ്വീകരിക്കുക. നാളേക്ക് വേണ്ടിയുള്ള സമ്പാദ്യങ്ങളും ശേഖരിച്ചു വെക്കലൊന്നും അക്കാലത്ത് ഉണ്ടായിരുന്നില്ല, അത് ചെയ്യാതിരിക്കുക. ഇനി ഔദുംബര എന്ന് വെച്ചാൽ അലഞ്ഞു തിരിഞ്ഞ് നടന്ന് ജീവിക്കുക പരമാവധി. ഒരു സ്ഥലത്ത് തന്നെ എൻ്റെ വീട്, എൻ്റെ കട്ടില്, എൻ്റെ മുറി, അതിൽ കിടന്നാലേ എനിക്ക് ഉറക്കം വരുന്നുള്ളൂ. അതാ എൻ്റെ എന്നുള്ള തോന്നലുള്ളത് കൊണ്ടാണ്, മറ്റുള്ളതൊന്നും എൻ്റെ അല്ല. അപ്പോൾ അവിടെയൊന്നും നമുക്ക് സംതൃപ്തി കിട്ടുന്നില്ല. അപ്പോൾ ഒരു മനസ്സ് മാറാൻ വേണ്ടിയിട്ടാണ് ഔദുംബര. ഇനി പേനപ എന്ന് പറഞ്ഞാൽ കൊഴിഞ്ഞു വീഴുന്ന പഴവർഗ്ഗങ്ങൾ കഴിച്ച് വിശപ്പടക്കി ജീവിക്കുക. ഈ 4 വൃത്തികളും ഈ 4 ജീവിത രീതികളും ഈ 4 കർത്തവ്യങ്ങളും വാനപ്രസ്ഥ കാലഘട്ടങ്ങളിൽ അനുഷ്ഠിക്കേണ്ടതാണ്. ഇവ 4ഉം യഥാക്രമം ബ്രഹ്മദേവന്റെ 4 മുഖങ്ങളിൽ നിന്നാണ് ഉണ്ടായത്. അപ്പോൾ വൈകാനസ കിഴക്കോട്ട് നോക്കിയിരിക്കുന്ന മുഖത്ത് നിന്ന്, ബാലകില്യ തെക്കോട്ട് നോക്കിയിരിക്കുന്ന മുഖത്ത് നിന്നും, ഔദുംബര പടിഞ്ഞാറ് നോക്കിയിരിക്കുന്ന മുഖത്ത് നിന്നും, ഭേനപ എന്ന് പറഞ്ഞാൽ തെക്കോട്ട് നോക്കിയിരിക്കുന്ന മുഖത്ത് നിന്നും ഉണ്ടായി. ഇനി അടുത്തത് അവസാനത്തെ ആശ്രമം സന്യാസം. അതിനുമുണ്ട് 4 വൃത്തികൾ. ന്യാസേ കുടീചക പൂർവം ബഹുബോധ ഹംസ നിഷ്ക്രിയോ. ന്യാസേ എന്ന് വെച്ചാൽ സന്യാസം അനുഷ്ഠിക്കുന്നവർ. കുടീചക എന്ന് വെച്ചാൽ പൂർണ്ണമായും കുടുംബ ബന്ധങ്ങളെ മനസ്സാൽ ഉപേക്ഷിക്കൽ. പൂർണ്ണമായിട്ടും ഡിറ്റാച്ചഡ് ആയിട്ട് ഇരിക്കുക എന്ന് പറയില്ലേ നമ്മൾ. കുടുംബത്തോടുള്ള മമത, എൻ്റെ കുടുംബം എന്നുള്ള മമതാരഹിതമായ ജീവിതം എന്നർത്ഥം. അതാണ് കുടീചക എന്ന് പറയുന്നത്. പൂർവം എന്ന് വെച്ചാൽ ആദ്യം മുതലേ തന്നെ സന്യാസം സ്വീകരിക്കുമ്പോൾ അതാണ് പൂർവം. ആദ്യം തന്നെ എൻ്റെ എന്നുള്ള മമതാബോധം ഉപേക്ഷിക്കുന്നു. ഇനി ബഹുബോധ എന്ന് വെച്ചാൽ എല്ലാ ഭൗതികമായ കർമ്മങ്ങളും ഉപേക്ഷിച്ച് മനസ്സ് ഇങ്ങനെ ഭഗവാനിലേക്ക് ചേർത്ത് വയ്ക്കുക. അതായത് ഇന്ദ്രിയങ്ങൾ കൊണ്ടും കർമ്മേന്ദ്രിയങ്ങൾ കൊണ്ടൊക്കെ കർമ്മം ചെയ്യുന്നതൊക്കെ നിർത്തിയിട്ട് മനസ്സ് ഏകാഗ്രമാക്കി ഭഗവാനിൽ വെച്ചിരിക്കുക. ഇനി ഹംസ എന്ന് പറഞ്ഞാൽ ഹംസങ്ങൾ അത്രയും പരിശുദ്ധമാണ്. നമ്മൾ യോഗികളെ പരമഹംസന്മാർ എന്നാണ് പറയുന്നത് അല്ലേ. അത്രയും പരിശുദ്ധരായിട്ടുള്ള ഹംസ എന്ന് പറഞ്ഞാൽ അർത്ഥം ആത്മാവിൽ മനസ്സ് ലയിപ്പിച്ച്, ഭൗതികമായാൽ ശരീരം ഭൗതികമായ, അപ്പോൾ ആത്മാവിൽ മനസ്സ് ലയിപ്പിച്ച് ഇരിക്കുക, അതാണ് ഹംസ. ഇനി നിഷ്ക്രിയം എന്ന് വെച്ചാൽ കർമ്മങ്ങളിൽ നിന്നൊക്കെ മനസ്സാൽ മുക്തനാവുക, അതാണ് നിഷ്ക്രിയം എന്നാണ്. അതാണ് സന്യാസം. കർമ്മങ്ങളിൽ നിന്നൊക്കെ പൂർണ്ണമായും മുക്തമാവുക, ഞാൻ ചെയ്യുന്നു എന്ന ഭാവം പൂർണ്ണമായും മുക്തമാവുക. അപ്പോൾ സന്യാസത്തിൻ്റെ 4 വൃത്തികളാണത്. കുടീചക, അതുപോലെ ബഹുബോധ, ഹംസ, നിഷ്ക്രിയവും. ഇത് യഥാക്രമം ബ്രഹ്മാവിൻ്റെ 4 മുഖങ്ങളിൽ നിന്നും വന്നു. കുടീചക എന്ന് വെച്ചാൽ മമതാബോധം ഉപേക്ഷിക്കൽ, അത് ബ്രഹ്മാവിൻ്റെ കിഴക്കോട്ട് നോക്കിയിരിക്കുന്ന മുഖത്ത് നിന്നും സൃഷ്ടിക്കപ്പെട്ടു. ബഹുബോധ എന്ന് വെച്ചാൽ എല്ലാ ഭൗതികമായ കർമ്മേന്ദ്രിയങ്ങൾ കൊണ്ടൊക്കെയുള്ള കർമ്മങ്ങളൊക്കെ നിർത്തുക, അത് ഭഗവാനിൽ ഏകാഗ്രമാക്കുക, അത് ബ്രഹ്മാവിൻ്റെ തെക്കോട്ട് നോക്കിയിരിക്കുന്ന മുഖത്ത് നിന്നാണ് ആ ജീവിത രീതി സൃഷ്ടിക്കപ്പെട്ടത്. ഇനി ഹംസ എന്ന് വെച്ചാൽ മനസ്സ് പൂർണ്ണമായും ഭഗവാനെ ധ്യാനിച്ച് ആത്മാവിൽ ലയിച്ചിരിക്കുക, അത് ബ്രഹ്മദേവൻ്റെ ആ ജീവിതവൃത്തി ബ്രഹ്മദേവൻ്റെ പടിഞ്ഞാറ് നോക്കിയിരിക്കുന്ന മുഖത്ത് നിന്ന് ഉത്ഭവിച്ചു. നിഷ്ക്രിയവും കർമ്മങ്ങളെല്ലാം ഉപേക്ഷിക്കൽ ബ്രഹ്മദേവൻ്റെ വടക്കോട്ട് നോക്കിയിരിക്കുന്ന മുഖത്ത് നിന്നും ആവിർഭവിച്ചു. അപ്പോൾ 4 ആശ്രമങ്ങൾ, ആ 4 ആശ്രമങ്ങളിലുമുള്ളവരുടെ 4 വീതമുള്ള ജീവിതചര്യകളും യഥാക്രമം ബ്രഹ്മദേവൻ്റെ 4 മുഖങ്ങളിൽ നിന്നാണ് ഉണ്ടായത്. നമ്മൾ കണ്ടു, ശരീരം പോയല്ലോ, ഈ സ്പേസിൽ ഈ ശൂന്യതയിൽ ലയിച്ചു. അപ്പോൾ ആ 4 മുഖങ്ങളിൽ നിന്നുമുള്ള സൃഷ്ടിയെക്കുറിച്ചാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി ശ്ലോകം 44. അന്വേക്ഷികി ത്രയീ വാർത്താ ദണ്ഡനീതി തഥാ ഏവ ച ഏവം വ്യാഹൃദയഃ ച ആസൻ പ്രണവഃ ഹി അസ്യ ദഹൃദഃ. അന്വേക്ഷികി ത്രയീ വാർത്താ ദണ്ഡനീതി തഥാ ഏവ ച ഏവം വ്യാഹൃദയഃ ച ആസൻ പ്രണവഃ ഹി അസ്യ ദഹൃദഃ.
അന്വേഷിക്കി എന്ന് വെച്ചാൽ വേദങ്ങളിലൊക്കെ പറയുന്ന വേദശാസ്ത്രം, അതായത് വേദങ്ങളിൽ പറയുന്ന ആധ്യാത്മികമായിട്ടുള്ള അറിവ്, അതാണ് അന്വേഷിക്കി. ഇനി ത്രയീ വാർത്ത എന്ന് വെച്ചാൽ 3 വിധമുള്ള വാർത്ത എന്ന് വെച്ചാൽ ജീവിതമാർഗം, ഉപജീവന മാർഗം. അപ്പോൾ 3 വിധം എന്ന് വെച്ചാൽ എന്താ? വേദങ്ങളിൽ പറയുന്ന രീതിയിലുള്ള ധർമ്മം അനുഷ്ഠിക്കാം, അതുപോലെ കാമം അനുഭവിക്കുക, അർത്ഥം നേടുക, അങ്ങനെ ആ 3 കാര്യങ്ങളും അതാണ് ത്രയി. ധർമ്മം, അർത്ഥം, കാമം, അതെല്ലാം വേദവിധി പ്രകാരമായിട്ട് അനുഭവിക്കുക, അതാണ് ത്രയി. അതെങ്ങനെ എന്നുള്ള അറിവും ബ്രഹ്മാവിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടത്. അന്വേഷിക്കുക എന്ന് വെച്ചാൽ ശാസ്ത്രമാണ്, വേദങ്ങളിൽ പറയുന്ന ശാസ്ത്രം എന്താണ്, എങ്ങനെയാണ് ജീവിക്കുക എന്നുള്ള ജീവിതശാസ്ത്രം, അതും ബ്രഹ്മാവിൽ നിന്ന് തന്നെയാണ്, ബ്രഹ്മദേവന്റെ മുഖത്ത് നിന്ന് തന്നെയാണ് ആവിർഭവിച്ചത്. ഇനി വാർത്ത എന്ന് വെച്ചാൽ അറിയാലോ, ഉപജീവന മാർഗം, വേദവിധി പ്രകാരമുള്ള ഉപജീവന മാർഗം, കൃഷി, വ്യവസായം, അവയും ബ്രഹ്മദേവന്റെ മുഖത്ത് നിന്നാണ് ഉണ്ടായത്. ഇനി ദണ്ഡനീതി എന്ന് വെച്ചാൽ ചെയ്യുന്ന തെറ്റുകുറ്റങ്ങൾക്കുള്ള ശിക്ഷകൾ, അല്ലേ? നീതി അതാണ് കർശനമായ നിയമങ്ങൾ, ചിട്ടകൾ, ശിക്ഷകൾ. അപ്പോഴാണ് മനുഷ്യന്റെ ജീവിതത്തിന് ഒരു നിയന്ത്രണം ഉണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ അതങ്ങ് കെട്ടുപെട്ടിയ പട്ടം പോലെ അങ്ങോട്ട് പറന്നു പോകും. അപ്പോൾ അതിനൊരു കടിഞ്ഞാണിടാൻ വേണ്ടിയിട്ടാണ് ശിക്ഷകൾ, ഓരോരോ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്താൽ അതിനുള്ള ശിക്ഷകൾ വിധിക്കപ്പെട്ടിരിക്കുന്നത്. തഥായേവ അതുപോലെ എന്ന് വെച്ചാൽ യഥാക്രമം ബ്രഹ്മദേവന്റെ 4 മുഖങ്ങളിൽ നിന്നും ഉണ്ടായി. അപ്പോൾ അന്വേഷിക്ക് കിഴക്കോട്ട് നോക്കിയിരിക്കുന്ന മുഖത്ത് നിന്ന്, ത്രയി എന്ന് പറഞ്ഞാൽ ധർമ്മമർത്ഥ കാമം, ഇവയെല്ലാം വേദവിധി പ്രകാരം അനുഭവിക്കാം. ആ അറിവ് ബ്രഹ്മദേവന്റെ തെക്കോട്ട് നോക്കിയിരിക്കുന്ന മുഖത്ത് നിന്ന്, വാർത്ത എന്ന് വെച്ചാൽ കൃഷി, വ്യവസായ, തൊഴിൽ മാർഗങ്ങളെക്കുറിച്ചുള്ള അറിവ് ബ്രഹ്മദേവന്റെ പടിഞ്ഞാറ് നോക്കിയിരിക്കുന്ന മുഖത്ത് നിന്നും, ദണ്ഡനീതി ശിക്ഷകൾ അത് നടപ്പാക്കുന്ന അറിവ്, ആ സമ്പ്രദായമൊക്കെ ബ്രഹ്മദേവന്റെ വടക്ക് നോക്കിയിരിക്കുന്ന മുഖത്ത് നിന്നും ആവിർഭവിച്ചു എന്നാണ് പറയുന്നത്. ഇനി ഏവം എന്ന് വെച്ചാൽ അതുപോലെ ഇപ്രകാരം വ്യാഹൃദയ ച ആസൻ. വ്യാഹൃദയ എന്ന് വെച്ചാൽ അർത്ഥം ഭുവ സ്വഹ. ഈ 3 ലോകങ്ങളുണ്ടല്ലോ, ഭൂലോകം, ഭുവർലോകം, സ്വർലോകം. ഈ 3 ലോകങ്ങൾ, അതാണ് ഭുവ സ്വഹ. ഈ 3 നാമങ്ങളെയും അക്ഷരങ്ങളെയും ചേർത്തുകൊണ്ടുള്ള മന്ത്രം ഏതാണോ അതിനെയാണ് വ്യാഹൃദയ എന്ന് പറയുന്നത്. ഭുവ സ്വഹ. ഈ 3 അക്ഷരങ്ങളും ചേർത്തുകൊണ്ടുള്ള മന്ത്രം ബ്രഹ്മാവിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന്. അത് ഏതായിരിക്കും? ഭുവ സ്വഹ എന്ന് പറയുന്നത് ഗായത്രി മന്ത്രം, അല്ലേ? ആ ഗായത്രി മന്ത്രം ബ്രഹ്മദേവന്റെ മുഖത്ത് നിന്നാണ് ആവിർഭവിച്ചത്. ഇനി ആസൻ എന്ന് വെച്ചാൽ ഉണ്ടായത്. ഇനി പ്രണവമന്ത്രം, ഓം എന്ന പ്രണവമന്ത്രം, ആ ഊ മ, ഈ 3 അക്ഷരങ്ങളും ചേർന്നുള്ള ഓം എന്ന പ്രണവമന്ത്രം. അസ്യ എന്ന് വെച്ചാൽ ബ്രഹ്മദേവന്റെ ദഹ്രദ എന്ന് വെച്ചാൽ ഹൃദയത്തിൽ നിന്നാണ് ഉണ്ടായത്. അപ്പൊ ബ്രഹ്മദേവന്റെ മുഖത്ത് നിന്നുള്ള ആവിർഭവിച്ചതെല്ലാം വേദങ്ങളായിരുന്നു. യാഗങ്ങള്, യജ്ഞങ്ങള്, പല വിധത്തിലുള്ള യാഗങ്ങള്, അതുപോലെ തന്നെ ധർമ്മത്തിന്റെ 4 പാദങ്ങള്, അതുപോലെ തന്നെ ആ 4 ആശ്രമങ്ങളിലുള്ളവരുടെ ജീവിത രീതി, ഇവയെല്ലാമാണ് ബ്രഹ്മദേവന്റെ മുഖത്ത് നിന്നും ഉണ്ടായതെന്ന് മനസ്സിലായില്ലേ? ഇനിയിപ്പോൾ പറയുന്നത് ബ്രഹ്മദേവന്റെ ഹൃദയത്തിൽ നിന്നുമാണ് പ്രണവമന്ത്രം, ഓംകാരമന്ത്രം ഉണ്ടായത്, ആവിർഭവിച്ചത് ഹൃദയത്തിൽ നിന്ന്. അതുപോലെ തന്നെ ഗായത്രി മന്ത്രവും ഭുവ സ്വഹ, ഈ 3 അക്ഷരങ്ങൾ ചേർന്നുള്ള ഗായത്രി മന്ത്രം ഉണ്ടായതും ബ്രഹ്മദേവന്റെ മുഖത്ത് നിന്ന് തന്നെ എന്ന് ഇവിടെ പറയുന്നു. മനസ്സിലായോ? ആരാണ്? ചന്ദ്രശേഖരനോ? ശബ്ദം വരുന്നുണ്ട് കേട്ടോ. ശ്ലോകം 45. തസ്യ ഉഷ്ണിക് ആസീദ് ലോമഭ്യഃ ഗായത്രി ച ത്വജഃ വിഭോ തൃഷ്ടോ മാംസാദ് സ്തുതഃ അനുഷ്ടുപ് ജഗതി അസ്തനഃ പ്രജാപതേ. അതൊന്ന് ശ്രദ്ധിച്ച് വായിച്ചോളൂ. തസ്യ, നമ്മളിങ്ങനെ പെൻസിൽ കൊണ്ട് വരച്ചു പോവാം, അപ്പോൾ പിന്നീട് വായിക്കുമ്പോൾ തെറ്റില്ല. തസ്യ ഉഷ്ണിക് ആസീദ് ലോമഭ്യഃ ഗായത്രി ച ത്വജഃ വിഭോ തൃഷ്ടും മാംസാദ് സ്തുതഃ അനുഷ്ടുബ് ജഗതി അസ്തനഃ പ്രജാപതേ. മനസ്സിലായില്ലേ? അപ്പോൾ ഇനി എന്തൊക്കെയാണ് ഉണ്ടായതെന്നാണ് പറയുന്നത്. തസ്യ ആ ബ്രഹ്മദേവന്റെ, അതായത് ഇപ്പോൾ 4 വേദങ്ങൾ, ബ്രഹ്മാവിൻ്റെ 4 മുഖത്ത് നിന്ന് 4 വേദങ്ങൾ ഉണ്ടായി എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ ഇനി ഈ വേദങ്ങൾ ഉണ്ടായി, ഇനി ഇതൊക്കെ രചിക്കപ്പെടണ്ടേ, ഇതൊക്കെ എഴുതപ്പെടണ്ടേ? അന്നത്തെ താളിയോല ഗ്രന്ഥങ്ങളിൽ ഇതൊക്കെ രചിക്കപ്പെടണമെങ്കിൽ എന്ത് വേണം?
അക്ഷരങ്ങൾ വേണം, വേണ്ടേ? അക്ഷരങ്ങൾ വേണം ഇതിനൊക്കെ എഴുതാനായിട്ട്. ഈ അറിവുകളെ എഴുതി വെക്കാൻ അക്ഷരങ്ങൾ വേണം. അപ്പം ശ്ലോകമായിട്ട് എഴുതുമ്പോൾ അക്ഷരങ്ങൾ കൂട്ടിച്ചേർക്കാൻ എന്ത് വേണം? ഗ്രാമർ വേണം. അതിനൊരു വൃത്തം ഇല്ലേ? നമ്മൾ മലയാളത്തിലൊക്കെ വൃത്തങ്ങൾ പഠിച്ചതുപോലെ അത് എഴുതി വെക്കാൻ, ആ ഭാഷ, ആ ആശയത്തെ ശ്ലോകരൂപത്തിൽ എഴുതി വെക്കാൻ സാഹിത്യപരമായ വൃത്തങ്ങൾ, അതിൻ്റെ ഗ്രാമർ എന്നാണ് പറയുക. അതിന് ശ്ലോകരചനാ കല എന്ന് പറയും. ആ വൃത്തങ്ങളെല്ലാം ഉണ്ടാവണം. ആ വൃത്തങ്ങളാണ് പിന്നീടുണ്ടായത്. 4 വേദങ്ങളുണ്ടായി. അത് ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് ഇനി അടുത്ത തലമുറകളിലേക്ക് പോകണമെങ്കിൽ ഇവയെല്ലാം എഴുതി വെക്കപ്പെടണം. അപ്പോൾ എഴുതി വെക്കപ്പെടേണ്ട അക്ഷരങ്ങൾ അവയെല്ലാം കൂട്ടി യോജിച്ചുകൊണ്ട് ശ്ലോകരൂപത്തിൽ അതിനെ തയ്യാറാക്കാൻ സാഹിത്യത്തിന് വേണ്ട വൃത്തങ്ങൾ, അലങ്കാര വൃത്തങ്ങളൊക്കെയാണ് ഇപ്പോൾ ഉണ്ടായത്. അതാണ് 45-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. തസ്യ, ആ ബ്രഹ്മദേവൻ്റെ ലോമഭ്യഹ, ലോമഭ്യഹ എന്ന് വെച്ചാൽ ശരീരത്തിലെ രോമങ്ങളിൽ നിന്നും ഉഷ്ണിക് എന്ന ഒരു വൃത്തമാണ് അത്. ഉഷ്ണിക് എന്ന വൃത്തം ഉണ്ടായി. അപ്പം ബ്രഹ്മാവിൻ്റെ മുഖം കഴിഞ്ഞൂട്ടാ. അപ്പം നിങ്ങൾക്ക് തോന്നും ശരീരത്തിലെ രോമങ്ങളിൽ നിന്നാണെന്നാ പറയുന്നത്. അപ്പം രോമങ്ങൾ പിന്നെ പോയല്ലോ, രോമങ്ങളൊക്കെ ആ അന്തരീക്ഷത്തിൽ ലയിച്ചില്ലേ? അല്ല, ശരീരമെല്ലാം അന്തരീക്ഷത്തിൽ ലയിച്ചില്ലേ? അതേ ശരീരം ഉപേക്ഷിച്ചില്ലേ? ആ സരസ്വതി ദേവിയോട് തോന്നിയ മോഹത്തിൽ ലജ്ജ തോന്നിക്കൊണ്ട് സ്വന്തം ശരീരം അദ്ദേഹം ഉപേക്ഷിച്ചപ്പോൾ ആ ശരീരകണങ്ങൾ ഈ ശൂന്യതയിലാണ് ലയിച്ചത്. അത് നമുക്കറിയാലോ. അപ്പം ലോമഭ്യഹ എന്ന് പറഞ്ഞാൽ ബ്രഹ്മദേവൻ്റെ ശരീരത്തിലെ രോമങ്ങളിൽ നിന്നാണ് ഈ വൃത്തം ഉണ്ടായതെന്ന്. ഈ വേദങ്ങളെ എഴുതി വെക്കാനുള്ള, ശ്ലോകരൂപത്തിൽ എഴുതി വെക്കാനുള്ള വൃത്തം ഉണ്ടായത്. അതിൽ ആ രോമങ്ങളിൽ നിന്നുണ്ടായ വൃത്തം ഉഷ്ണിക്കാണെന്ന് പറയുന്നു. അപ്പോൾ ശരീരത്തിലെ രോമങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ശരീരം അങ്ങനെ കണങ്ങളായിട്ട് ഈ അന്തരീക്ഷത്തിൽ, ഈ ശൂന്യതയിൽ ലയിച്ചു എന്നാണ് പറയുന്നത് അല്ലേ? ഈ ശൂന്യത എന്ന് പറയുന്നത് എന്തായിരിക്കും? പഞ്ചഭൂതങ്ങളിൽ എന്തായിരിക്കും ഈ ശൂന്യത എന്ന് പറയുന്നത്? വായുവാണോ ശൂന്യത? ആകാശം. ആകാശമല്ലേ? ഞാൻ പറഞ്ഞിട്ടില്ലേ, ആകാശമാണ് സ്പേസ്. അത് ശൂന്യമാണ്. നമ്മൾ മുകളിലോട്ട് നോക്കുമ്പോൾ നീല നിറത്തിൽ കാണുന്ന ആകാശം, അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടോ? അങ്ങനെ ഒരു അതിരുണ്ടോ എന്നാലോചിച്ച് നോക്കൂ. ഇല്ല. ശരിക്കേ അതിനെ പോയി തൊടാനായിട്ട് നമ്മൾ മുകളിലോട്ട് പോവുകയാണെങ്കിൽ അത് എത്തില്ല. അത് നമ്മുടെ കണ്ണുകൾക്ക് ഒരു കൺകെട്ട് പോലെ കാണിച്ചു തരുന്ന ഒരു നീല, സ്കൈ ബ്ലൂ കളർ എന്നൊക്കെ നമ്മൾ പറയും, ആകാശ നീല അല്ലേ? യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു സാധനം അവിടെ ഇല്ല. ഇത് ശൂന്യമാണ്. ശൂന്യമായ ഒരു സ്പേസാണിത്. ആകാശം എന്ന് പറഞ്ഞത് ശൂന്യതയാണ്. ഒരു ശൂന്യമായ സ്പേസ്. എത്ര അങ്ങോട്ട് പോയാലും അതിനറ്റില്ലാത്ത ശൂന്യമായ സ്പേസ്, അതാണ് ആകാശം. ഇതിനെ ഒരു രീതിയിൽ മാത്രമേ അനുഭവിച്ചറിയാൻ പറ്റുള്ളൂ. അതെന്താണ് ആകാശത്തിൻ്റെ ഗുണം? ശബ്ദം അല്ലേ? ആകാശത്തിന് ഒരൊറ്റ ഗുണമുള്ളൂ. ആ ഗുണം കൊണ്ട് മാത്രമേ, ആ പഞ്ചഭൂതങ്ങളിൽ ഒരേ ഒരു ഗുണമുള്ള, ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ളത് ആകാശമാണ്. ഈ ആകാശത്തെ നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റില്ല, കാരണം അത് ശൂന്യതയല്ലേ. അപ്പോൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത്, അപ്പോൾ ആ കാണുന്നത്, നീല നിറത്തിൽ കാണുന്നത് ആകാശമല്ല എന്ന് മനസ്സിലാക്കണം കേട്ടാ. അങ്ങനെ കാണാൻ ഒരു വസ്തു നീല നിറത്തിൽ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ആകാശത്തിനെ ഏറ്റവും ശൂന്യമായിട്ടുള്ള പഞ്ചഭൂതങ്ങളിൽ ഏറ്റവും ചെറുത് എന്ന്, അല്ലെങ്കിൽ ഏറ്റവും ശൂന്യമായത് എന്ന്, സൂക്ഷ്മമായത് എന്ന് ആകാശത്തിനെ വിളിക്കില്ല. കാരണം കാണാൻ പറ്റുണ്ടല്ലോ ആകാശത്തെ നീല നിറത്തിൽ എന്നാണ് അതിൻ്റെ ഉത്തരം. പക്ഷെ അപ്പം നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്താ? അങ്ങനെ ഒരു സംഭവം അവിടെ ഇല്ല. അത് നമ്മുടെ കണ്ണ് കാണിച്ചിരുന്ന കൺകെട്ട. അങ്ങനെ ഒരു നീല നിറം അവിടെ ഇല്ല. അത് വെറും സ്പേസ് മാത്രമാണ്, ശൂന്യത മാത്രമാണ് ആകാശത്തിൻ്റെ പ്രത്യേകത. ആകാശത്തിന് ഒരേ ഒരു തന്മാത്രയേ ഉള്ളൂ. ആകാശത്തെ അനുഭവിച്ചറിയാൻ ഒരേ ഒരു കാര്യം കൊണ്ടേ സാധിക്കും, അത് ശബ്ദമാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ ഇപ്പോൾ വേദത്തെ ഇനി എഴുതി വെക്കപ്പെടാനാണ് പോകുന്നത്. അപ്പോൾ വേദം എന്ന മന്ത്രങ്ങൾ എവിടെ? ബ്രഹ്മദേവൻ്റെ ശരീരാവയവങ്ങളിൽ നിന്നാണ് ആ വാക്കുകൾ ഉണ്ടായത് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ആകാശത്ത് നിന്ന് ആദ്യം വന്ന ശബ്ദം എന്തായിരുന്നു? ആ, ഉ, മ എന്ന 3 ശബ്ദങ്ങൾ ചേർന്ന പ്രണവമന്ത്രം, ഓംകാരം അല്ലേ? അതല്ലേ ഉണ്ടായത്. അപ്പോൾ ആ എന്ന ശബ്ദം, ഉ എന്ന, മ എന്ന ശബ്ദമൊക്കെ ഈ സ്പേസിൽ, ഈ ശൂന്യതയിൽ നിൽക്കുന്നുണ്ടെന്ന് മനസ്സിലായില്ലേ? അപ്പോൾ എന്ന് വെച്ചാൽ എന്താ അർത്ഥം?
അപ്പോൾ ബ്രഹ്മാവിൻ്റെ ശരീരമാണെന്നത് മനസ്സിലായോ? ബ്രഹ്മദേവന്റെ ശരീരകണങ്ങളാണ് ആ ശബ്ദരൂപത്തിൽ, വേദമന്ത്രങ്ങളായ ശബ്ദരൂപത്തിലെ ആ മ എന്നുള്ള ശബ്ദരൂപത്തിലൊക്കെ നമ്മൾ കേൾക്കുന്നത്, ഓംകാര ശബ്ദമായിട്ട് നമ്മൾ കേൾക്കുന്നത്. കാരണം ബ്രഹ്മാവിൻ്റെ ശരീരമാണ് ആ ശൂന്യതയിലേക്ക് ലയിച്ചത്. അപ്പം അതാണ് ആ ലയിച്ച ശരീരമാണ് പല പല അക്ഷരങ്ങളും ശബ്ദങ്ങളും ഒക്കെ ആയിട്ട് വന്നത്. മനസ്സിലായോ? അപ്പം ഇവിടെ പറയുന്നത് ബ്രഹ്മദേവന്റെ ശരീരത്തിലെ രോമങ്ങളിൽ നിന്നുമാണ് ഉഷ്ണിക് എന്ന വൃത്തം, ആ വേദത്തെ ശ്ലോകരൂപത്തിൽ എഴുതി വെക്കാനുള്ള ആദ്യത്തെ വൃത്തം ഉഷ്ണിക് എന്ന വൃത്തം ഉണ്ടായത്. ഇനി ത്വജഹ വിഭോ, വിഭോ എന്ന് വെച്ചാൽ ബ്രഹ്മദേവന്റെ ത്വജഹ, ത്വക്കിൽ നിന്ന് ഗായത്രി എന്ന വൃത്തം സൃഷ്ടിക്കപ്പെട്ടു. ഇനി മാംസാദ്, ബ്രഹ്മദേവന്റെ മാംസത്തിൽ നിന്ന് തൃഷ്ടും എന്ന വൃത്തം ഉണ്ടായി. മനസ്സിലായ? ഇനി സ്തുതഹ, സ്തുതഹ എന്ന് വെച്ചാൽ നാഡി, ബ്രഹ്മദേവന്റെ നാഡി ഞരമ്പുകളിൽ നിന്നും അനുഷ്ടുപ്, അനുഷ്ടുപ് എന്ന വൃത്തം ഉണ്ടായി. ഇനി അടുത്തത് അസ്തനഹ, അസ്ഥി, അസ്തനഹ എന്ന് വെച്ചാൽ അസ്ഥികൾ, ബ്രഹ്മദേവന്റെ ആ അസ്ഥിയിൽ നിന്നും ജഗതി, ജഗതി എന്ന ആ വൃത്തം സൃഷ്ടിക്കപ്പെട്ടു. പ്രജാപതി എന്ന് വെച്ചാൽ ബ്രഹ്മദേവന്റെ. മനസ്സിലായ? അപ്പോൾ 5 വൃത്തങ്ങളെ കുറിച്ച് ഇവിടെ പറഞ്ഞേ. ഉഷ്ണിക്ക്, ഗായത്രി, തൃഷ്ടും, അനുഷ്ടുപ്, ജഗതി, അങ്ങനെ 5 വൃത്തങ്ങൾ. ഈ 5 വൃത്തങ്ങളും ഉണ്ടായത് ബ്രഹ്മദേവന്റെ ശരീരാവയവങ്ങളിൽ നിന്നാണ്. ഉഷ്ണിക്ക് ഉണ്ടായത് ബ്രഹ്മദേവന്റെ ശരീരത്തിലെ രോമങ്ങൾ, അപ്പോൾ ആ കണങ്ങൾ ലയിച്ചു ചേർന്ന് അതിൽ നിന്നാണ് ആ വൃത്തം ഉണ്ടായത്. ത്വക്കിലെ കണങ്ങൾ, ത്വക്കിൽ നിന്നും ഗായത്രി എന്ന വൃത്തവും മാംസത്തിൽ നിന്നും തൃഷ്ടും എന്ന വൃത്തവും ഞരമ്പ് നാഡികളിൽ നിന്ന് അനുഷ്ടുപ് എന്ന വൃത്തവും ബ്രഹ്മദേവന്റെ അസ്ഥിയിൽ നിന്നും ജഗതി എന്ന വൃത്തവും ഉണ്ടായി. അപ്പോൾ വേദങ്ങൾ 4 ഓൾറെഡി ബ്രഹ്മാവിൻ്റെ 4 മുഖത്ത് നിന്ന് സൃഷ്ടിക്കപ്പെട്ടു. ഇനി ഇത് ശ്ലോകരൂപത്തിൽ എഴുതി വെക്കാനുള്ള കല, 5 വൃത്തങ്ങളും ഇവിടെ ബ്രഹ്മദേവന്റെ ആ ശരീരകണങ്ങൾ, ഈ ശൂന്യതയിലേക്ക് ലയിച്ചു ചേർന്ന ശരീരകണങ്ങളിൽ നിന്നും ഉണ്ടായി എന്നാണ് അതിനെ മനസ്സിലാക്കേണ്ടത്. ഇനി ശ്ലോകം 46. അതുകൊണ്ട് തീർന്നില്ല, ഇനിയും ഉണ്ട്. മജ്ജായ പങ്ക്തി ഉത്പന്ന ബൃഹതി പ്രാണദഃ അഭവത്. അതായത് മജ്ജ, ബ്രഹ്മദേവന്റെ മജ്ജയിൽ നിന്ന് പങ്ക്തി, പങ്ക്തി എന്ന വൃത്തം ഉൽപ്പന്ന ഉണ്ടായി എന്നർത്ഥം. ഇനി ബൃഹതി, ബൃഹതി എന്ന വൃത്തം പ്രാണദഃ, ബ്രഹ്മദേവന്റെ പ്രാണവായുവിൽ നിന്നും അഭവത് ഉണ്ടായി. അപ്പോൾ 5, 2, 7 വൃത്തങ്ങളെക്കുറിച്ച് ഇവിടെ ഈ 2 ശ്ലോകങ്ങളിലായിട്ട് പറഞ്ഞു. ഉഷ്ണിക്ക്, ഗായത്രി, തൃഷ്ടും, അനുഷ്ടുപ്, ജഗതി, മജ്ജ, പങ്ക്തി, ബൃഹതി എന്നിങ്ങനെ 7 വൃത്തങ്ങൾ ബ്രഹ്മദേവന്റെ യഥാക്രമം രോമങ്ങൾ, ത്വക്ക്, മാംസം, അതുപോലെ ഞരമ്പുകൾ, അതുപോലെ തന്നെ അസ്ഥി, മജ്ജ, അതേപോലെ പ്രാണവായു ഇവയിൽ നിന്നെല്ലാം ഉണ്ടായി എന്ന്. അപ്പോൾ അത് മനസ്സിലായില്ലേ? ഇനി ശ്ലോകം 47. ഇനി അക്ഷരങ്ങൾ ഉണ്ടായതാണ് കേട്ടോ. അപ്പോൾ ഒക്കെ ആ അന്തരീക്ഷത്തിൽ ഈ ശൂന്യതയിൽ ലയിച്ചു ചേർന്ന ബ്രഹ്മാവിൻ്റെ ശരീരകണങ്ങളിൽ നിന്നാണ് ഈ വൃത്തങ്ങൾ ഉണ്ടായത്. ഇനി അക്ഷരങ്ങൾ, ആ അക്ഷരങ്ങളിൽ നിന്നാണ് പ്രണവമന്ത്രമൊക്കെ ഉണ്ടായതെന്ന് അറിയാലോ. കാരണം ആ ശബ്ദതരംഗങ്ങൾ ഈ ശൂന്യതയിലാണ് നിൽക്കുന്നത്. ആ ശബ്ദതരംഗം എന്ന് പറയുന്നത് ബ്രഹ്മാവിൻ്റെ ശരീരകണങ്ങളാണെന്നാണ് പറയുന്നത്. സ്പർശഃ തസ്യ അഭവത് ജീവസ്വരോ ദേഹ ഉദാഹൃതഃ ഊഷ്മാണ ഇന്ദ്രിയാണി ആഹു അന്തസ്ഥ ബലമാത്മനഃ സ്വരാ സപ്തവിഹാരേണ ഭവന്തി സ്മ പ്രജാപതേ. സ്പർശ, സ്പർശ എന്ന് പറഞ്ഞാൽ കാ മുതൽ മാ വരെയുള്ള അക്ഷരങ്ങൾ, അക്ഷരമാലയിലെ കാ മുതൽ മാ വരെയുള്ള എല്ലാ അക്ഷരങ്ങളും, അതാണ് സ്പർശ. അത് തസ്യ ബ്രഹ്മദേവന്റെ അഭവത് ഉണ്ടായി, ജീവഹ ജീവനിൽ നിന്നും, ബ്രഹ്മദേവന്റെ ജീവനിൽ നിന്നും, ആ ജീവചൈതന്യത്തിൽ നിന്നും കാ മുതൽ മാ വരെയുള്ള അക്ഷരങ്ങൾ ഉണ്ടായി. ഇനി സ്വരഹ എന്ന് വെച്ചാൽ സ്വരാക്ഷരങ്ങൾ, ആ ആ ഈ എന്നീ സ്വരാക്ഷരങ്ങൾ ദേഹേ ബ്രഹ്മദേവന്റെ ദേഹത്തിൽ നിന്നും ഉദാഹൃത ഉണ്ടായി എന്ന് വെച്ചാൽ ആ അന്തരീക്ഷത്തിലേക്ക് ലയിച്ചു ചേർന്ന, ആ ശൂന്യതയിലേക്ക് ലയിച്ചു ചേർന്ന ബ്രഹ്മാവിൻ്റെ ദേഹത്തിൽ നിന്നും, ശരീരത്തിൽ നിന്നും സ്വരാക്ഷരങ്ങൾ ആ ഈ ഉ അങ്ങനെയുള്ള സ്വരാക്ഷരങ്ങൾ ഉണ്ടായി. അപ്പം അറിയാം ആ സ്വരാക്ഷരങ്ങളിലെ ആ ഈ ആയും ഊയും മായും, ഇപ്പം നേരത്തെ പറഞ്ഞില്ലേ കാ മുതൽ മാ വരെയുള്ള അക്ഷരങ്ങൾ ഉണ്ടായിരുന്നു. അതിലെ മ,
ഇത് മൂന്നും ചേർന്നാണ് പ്രണവ മന്ത്രം ഉണ്ടായത്. ഇനി ഉഷ്മാണഹ. ഊഷ്മാണഹ എന്ന് പറഞ്ഞാൽ അർത്ഥം ഷ, ഷ, സ, ഹ എന്നീ 4 അക്ഷരങ്ങളെയാണ് ഊഷ്മാണം എന്ന് വിളിക്കുന്നത്. ഇത് ഇന്ദ്രിയാണി, ബ്രഹ്മാവിൻ്റെ ഇന്ദ്രിയങ്ങളിൽ നിന്നുണ്ടായെന്ന് ആഹു എന്ന് വെച്ചാൽ പറയപ്പെടുന്നു. അപ്പോൾ ഷ, ഷ, സ, ഹ ഈ 4 അക്ഷരങ്ങൾ ബ്രഹ്മദേവൻ്റെ ഇന്ദ്രിയങ്ങളിൽ നിന്നും, ഈ ശൂന്യതയിൽ ലയിച്ച ശരീരത്തിലെ ഇന്ദ്രിയങ്ങളിൽ നിന്നും ഉണ്ടായി എന്ന് പറയപ്പെടുന്നു. ഇനി ബലം. ആത്മനഹ. ആത്മനഹ എന്ന് വെച്ചാൽ ബ്രഹ്മദേവൻ്റെ ബലം, ശരീരബലം, അതിൽ നിന്നും അന്തസ്ഥ. അന്തസ്ഥ എന്ന് വെച്ചാൽ യാ, രാ, ലാ, വ ഈ 4 അക്ഷരങ്ങളും ഉണ്ടായിരുന്നു. അന്തസ്ഥ എന്ന് വെച്ചാൽ യാ, രാ, ലാ, വ ഈ 4 അക്ഷരങ്ങൾ ബ്രഹ്മദേവൻ്റെ ശരീരത്തിൻ്റെ ബലം അതിൽ നിന്നും ഉണ്ടായി. ഇനി സ്വരാസപ്ത. സംഗീതത്തിൻ്റെ 7 സ്വരങ്ങൾ വിഹാരേണ. വിഹാരേണ എന്ന് വെച്ചാൽ ആ ബ്രഹ്മദേവൻ്റെ ഇന്ദ്രിയങ്ങൾ, അതായത് പഞ്ചേന്ദ്രിയങ്ങളുടെയും കർമ്മേന്ദ്രിയങ്ങളുടെയും മനസ്സ്, ഈ ഇന്ദ്രിയങ്ങളുടെയൊക്കെ പ്രവർത്തനത്തിൽ നിന്നുമാണ് 7 സ്വരം, സപ്തസ്വരങ്ങൾ, സംഗീതത്തിലെ സപ്തസ്വരങ്ങൾ ഉണ്ടായത്. ഭവന്തി സ്മ എന്ന് വെച്ചാൽ ഉണ്ടായി മാറുകയായിരുന്നു എന്ന്. പ്രജാപതി എന്ന് വെച്ചാൽ പ്രജാപതിയായ ബ്രഹ്മദേവൻ്റെ ഇന്ദ്രിയ പ്രവർത്തനങ്ങളിൽ നിന്നുമാണ്, ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനങ്ങൾ, ആ പഞ്ചേന്ദ്രിയങ്ങളുടെയും കർമ്മേന്ദ്രിയങ്ങളുടെയൊക്കെ പ്രവർത്തനങ്ങളുണ്ടല്ലോ, ആ പ്രവർത്തനത്തിൽ നിന്നും, ആ ഇന്ദ്രിയങ്ങളിൽ നിന്നുമാണ് 7 സപ്തസ്വരങ്ങളും ഉണ്ടായത്. അപ്പോൾ ആ ശൂന്യതയിൽ ലയിച്ചിരിക്കുന്ന ശരീര അവയവങ്ങളിൽ നിന്നുമാണ് സ്വരങ്ങളും വൃത്തങ്ങളും ഒക്കെ ഉണ്ടായത്. ഇപ്പോൾ സ്വരങ്ങളെല്ലാം ഉണ്ടായി, സപ്തസ്വരങ്ങളുണ്ടായി, അതുപോലെ തന്നെ സ്വരാക്ഷരങ്ങളുണ്ടായി, പിന്നെ കാ മുതൽ മാ വരെയും, അതുപോലെ യാരാലാവ, പിന്നെ ശഷ, സാഹ തുടങ്ങിയ അക്ഷരങ്ങളൊക്കെ ഉണ്ടായി. അവയെ കൂട്ടിച്ചേർത്ത് എഴുതേണ്ട ശ്ലോകരൂപത്തിൽ എഴുതേണ്ട വൃത്തങ്ങളും സാഹിത്യവും ഉണ്ടായി. ഇവയെല്ലാം ബ്രഹ്മദേവനിൻ്റെ ശരീരഭാഗങ്ങളിൽ നിന്നും അങ്ങനെ ഉണ്ടായി. ഇനി ശ്ലോകം 48. ഇങ്ങനെ ബ്രഹ്മാവിൻ്റെ മനസ്സിൽ നിന്നും ശരീരത്തിൻ്റെ പല പല ശരീരാവയവങ്ങളിൽ നിന്നുമൊക്കെ ഇവിടെ അക്ഷരങ്ങൾ, അതിൻ്റെ വൃത്തങ്ങൾ, വേദങ്ങൾ, ധർമ്മം, അധർമ്മം, കാമക്രോധം, ലോഭം തുടങ്ങിയ വികാരങ്ങൾ ഇവയെല്ലാം സൃഷ്ടിക്കപ്പെട്ട, അതുപോലെ ധർമ്മത്തിൻ്റെ 4 പാദങ്ങൾ, 4 ആശ്രമങ്ങൾ, 4 ആശ്രമങ്ങളിലുമുള്ളവർക്ക് വേണ്ട 4 വീതമുള്ള കർമ്മങ്ങൾ, കടമകൾ, ഇവയെല്ലാ രൂപത്തിലും യഥാർത്ഥത്തിൽ ഇങ്ങനെ പലതായി സൃഷ്ടിക്കപ്പെട്ടത് യഥാർത്ഥത്തിൽ ആരായിരുന്നു? ആ സാക്ഷാൽ പരമാത്മാവ് തന്നെ, ആ പ്രകൃതി തന്നെയാണ് ഇങ്ങനെ പലതായി മാറി രൂപപ്പെട്ട് പലതായി മാറി വന്നത് എന്നാണ് 48ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ശബ്ദബ്രഹ്മ ആത്മന തസ്യ വ്യക്ത അവ്യക്ത ആത്മനഃ പരഃ ബ്രഹ്മ അവഭാതി വിതതഃ നാനാശക്തി ഉപബ്രംഹിതഃ. അതായത് ഇവിടെ പറയുന്നത് വ്യക്ത അവ്യക്ത ആത്മനഃ പര, വ്യക്തമായി കാണാൻ കഴിയുന്നതും അവ്യക്തമായതും എന്ന് വെച്ചാൽ നമ്മൾ ഭഗവത്ഗീതയിൽ പഠിച്ചിട്ടില്ലേ, അതായത് പരാപ്രകൃതിയും അപരാപ്രകൃതിയും ഉണ്ട്. പ്രകൃതി 2ആയിട്ടുണ്ട് ഇല്ലേ? അപ്പോൾ പ്രകൃതിക്ക് ദ്വൈതഭാവവും അദ്വൈതഭാവവും. ഈ ഭൗതിക ലോകം, ഈ പ്രപഞ്ചമായി നമ്മൾ കാണുന്നത്, അതിനെ നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ എന്ന രൂപത്തിലൊക്കെ പല പല രൂപങ്ങളെടുത്ത് ആ ഭഗവാൻ തന്നെയാണ് വന്നിരിക്കുന്നത്. എന്നാൽ അതിൻ്റെ അപ്പുറത്ത് അദ്വൈതമായൊരു ഭാവവും ഉണ്ട്. അതാണ് പരാപ്രകൃതി അപരാപ്രകൃതി എന്ന് നമ്മൾ പഠിച്ചത്. അതാണ് ഇവിടെ വ്യക്തം അവ്യക്തം, വ്യക്തമായി നമുക്ക് കാണാൻ കഴിയുന്ന ഈ ഭൗതിക പ്രപഞ്ചവും അതിനുള്ളിലുള്ള ആ പ്രകൃതി എന്ന അശക്തിയും, ഇത് രണ്ടും അങ്ങനെ അതിനെ നമുക്ക് അനുഭവിക്കാൻ കഴിയില്ല. അത് നമ്മൾ മനസ്സിലാക്കുന്നതാണ്, ജ്ഞാനത്താൽ അനുഭവിച്ചറിയുന്നതാണ് ആ അവസ്ഥ. അങ്ങനെ വ്യക്തവും അവ്യക്തവുമായിരിക്കുന്ന പരമമായ ആ പരമാത്മാവ്, അത് തന്നെ, ആ പരമാത്മാവ് തന്നെയാണ് ശബ്ദബ്രഹ്മ ആത്മന. ശബ്ദബ്രഹ്മം, ശബ്ദബ്രഹ്മ സ്വരൂപമായിട്ടിരിക്കുന്ന ബ്രഹ്മാവായിക്കൊണ്ട് വന്ന് തസ്യ, അങ്ങനെയുള്ള ബ്രഹ്മാവിനാൽ നാനാശക്തി ഉപബ്രംഹിത, ആ പ്രകൃതിയുടെ പല വിധത്തിലുള്ള ശക്തിയെ ഉപബ്രംഹിത ബ്രഹ്മാവിലേക്ക് നിക്ഷേപിച്ചു. ഉപബ്രംഹിത എന്ന് വെച്ചാൽ നിക്ഷേപിച്ച്, ആ പ്രകൃതിയുടെ പല വിധത്തിലുള്ള ശക്തിയെ, നാനാശക്തിയെ ബ്രഹ്മാവിലേക്ക് നിക്ഷേപിച്ച് ബ്രഹ്മദേവൻ അത് വിദതഃ പ്രദർശിപ്പിച്ചു. അവഭാതി, ഇങ്ങനെ പലതായിട്ട് പ്രദർശിപ്പിച്ച് കാണിച്ചു, പ്രകാശിപ്പിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ആ
വ്യക്തവും അവ്യക്തവുമായി നിൽക്കുന്ന, നമുക്ക് കാണാൻ കഴിയുന്ന രൂപത്തിലും അതങ്ങനെയല്ലാതെ അദ്വൈത ഭാവത്തിൽ നിൽക്കുന്ന ആ സാക്ഷാൽ പരമാത്മാവ് ശബ്ദബ്രഹ്മസ്വരൂപമായ ബ്രഹ്മാവിൻ്റെ രൂപത്തെ സ്വീകരിച്ചിട്ട് എന്ന് പറയാൻ എന്താ കാരണം? ബ്രഹ്മദേവനാണല്ലോ ഇപ്പൊ ശബ്ദബ്രഹ്മമായി വന്നത്. ബ്രഹ്മദേവന്റെ ശരീരകണങ്ങളാണ് ശബ്ദമായി വേദമന്ത്രങ്ങളായി വന്നത്. അതാണ് ശബ്ദബ്രഹ്മസ്വരൂപനായിട്ടുള്ള ബ്രഹ്മാവിൻ്റെ ശരീരത്തിലേക്ക് പല പല ശക്തി, തൻ്റെ എല്ലാവിധ ശക്തികളെയും നിക്ഷേപിച്ച് അങ്ങനെ ബ്രഹ്മാവായി നിന്നുകൊണ്ട് ആ പ്രകൃതി പല രൂപത്തിലും ഇവിടെ പ്രദർശിപ്പിച്ചു എന്ന്, പലതായി മാറിയിട്ട് പല രൂപത്തിലും പ്രദർശിപ്പിച്ചത് ആ തന്നെയാണെന്ന്. ബ്രഹ്മാവിൻ്റെ രൂപം സ്വീകരിച്ച് എന്നിട്ട് തൻ്റെ എല്ലാ ശക്തിയെയും ബ്രഹ്മാവിലേക്ക് നിക്ഷേപിച്ച് ബ്രഹ്മാവായി നിന്നുകൊണ്ട് തൻ്റെ ശക്തിയെ പലതായി ഇങ്ങനെ വിഭജിച്ച് ഈ പ്രപഞ്ചത്തിലെ പലതായി മാറി പ്രദർശിപ്പിച്ചു. ഈ ലോകത്തെ ഉണ്ടാക്കി കാണിച്ചു കൊടുത്തു. ഈ ലോകത്തിലെ സർവ്വചരാചരങ്ങളായി നിൽക്കുന്നതും താൻ തന്നെയായിട്ട് എല്ലാത്തിനും കാണിച്ചു കൊടുത്തു എന്ന്. ആ ഭഗവാൻ തന്നെയാണ്, ആ പരമാത്മാവ് തന്നെയാണ്, അതിലെ പ്രകൃതി എന്ന ശക്തി തന്നെയാണ് പല പല ധർമ്മവും അധർമ്മവും സർവചരാചരങ്ങളും സകലതായിട്ടും മനുഷ്യരായും മൃഗങ്ങളായും സസ്യങ്ങളായും മത്സ്യങ്ങളായും കാറ്റായും മഴയായും സർവചരാചരങ്ങളായിട്ടും ഈ പ്രപഞ്ചമായി നിറഞ്ഞു നിൽക്കുന്നത് അതേ പ്രകൃതി ശക്തി തന്നെ എന്ന് പറയുന്നതാണ് ഈ ശ്ലോകം. ഇനി ശ്ലോകം 49, 50, 51 ഇത് മൂന്നും ഒരുമിച്ച്, അപ്പോഴാണ് ഇതിൻ്റെ അർത്ഥം പൂർത്തിയാവുക കേട്ടോ. ശ്ലോകം 49. തതഃ അപരാം ഉപാദായ സഹ സർഗായ മനോദദേ. 50. ഋഷീണാം ഭൂരിവീര്യാണാം അഭി സർഗം അവിസ്തൃതം ജ്ഞാത്വാ തദ് ഹൃദയേ ഭൂയഃ ചിന്തയാമാസ കൗരവ. 51. അഹോ അത്ഭുതം ഏതദ്മേ വ്യാപൃതസ്യ അഭി നിത്യത ന ഹി ഏതന്തേ പ്രജാനൂനം ദൈവം അത്ര വിഘാതകം. മനസ്സിലായില്ലേ? തതഃ അപരാം ഉപാദായ സസർഗായ മനോദതേ ഋഷീണാം ഭൂരിവീര്യാണാം അഭിസർഗം അവിസ്തൃതം ജ്ഞാത്വാ തദ് ഹൃദയേ ഭൂയഃ ചിന്തയാമാസ കൗരവ. അഹോ അത്ഭുതം ഏതത്മേ വ്യാപൃതസ്യ അഭിനിത്യത ന ഹി ഏതന്തേ പ്രജാനൂനം ദൈവമത്ര വിഘാതകം. അപ്പോൾ തതഹ എന്ന് പറയുന്നതിന് മുന്നേ 50ാമത്തെ ശ്ലോകത്തിലെ വരിയെടുക്കുക. അപ്പോഴാണ് അർത്ഥം ഭംഗിയാവുക. ഋഷീണ, അതായത് ബ്രഹ്മദേവൻ സൃഷ്ടിച്ച 10 പുത്രന്മാരായിട്ടുള്ള ഋഷിമാരുണ്ടല്ലോ, നാരദ മഹർഷി, മരീചി, അങ്ങനെ 10 മഹർഷിമാർ. ആ ഋഷിമാർ ഭൂരിവീര്യാണാം എന്ന് വെച്ചാൽ നല്ല ശക്തമായ വീര്യത്തോടു കൂടിയവരാണ് ആ ഋഷിമാർ. അഭി എന്ന് വെച്ചാൽ എങ്കിലും, സർഗം അവിസ്തൃതം സൃഷ്ടി, സർഗം എന്ന് വെച്ചാൽ സൃഷ്ടി, അവരിലൂടെയാണ് സൃഷ്ടി നടത്തുന്നത്. ആ സൃഷ്ടി അവിസ്തൃതം ശരിക്കും അങ്ങോട്ട് വിസ്തൃതമായിട്ട് നടക്കണില്ല എന്ന്, വ്യാപരിക്കണില്ല എന്ന്. അതായത് ജഗത്ത് മുഴുവൻ സൃഷ്ടിക്കപ്പെടുന്ന പ്രജകളെ കൊണ്ട് നിറയണില്ല വേണ്ട വിധത്തിൽ. അതാണ് പറയുന്നത്. ബ്രഹ്മാവ് സൃഷ്ടിച്ച 10 പുത്രന്മാരായ 10 മഹർഷിമാർ അതിശക്തമായ വളരെയധികം ശക്തിയുള്ളവരാണെങ്കിൽ പോലും അവരിലൂടെ നടക്കുന്ന സൃഷ്ടി വേണ്ട വിധത്തിൽ വ്യാപരിക്കുന്നില്ല, ജഗത്ത് മുഴുവൻ നടക്കുന്നില്ല എന്ന് കണ്ട് തതഹ, അതായത് 49ാമത്തെ ശ്ലോകത്തിലെ തതഹ, അത് കണ്ട് അതിൻ്റെ ഫലമായിട്ട് അപരാം എന്ന് വെച്ചാൽ അന്യമായിട്ട് മറ്റൊരു ശരീരത്തെ ഉപാദായ സ്വീകരിച്ചു, ബ്രഹ്മാവ് സ്വീകരിച്ചു. എന്നിട്ട് ആ ബ്രഹ്മാവ് സർഗായ സൃഷ്ടികർമ്മം നടത്താൻ മനഃ ദദേ മനസ്സിനെ ഏകാഗ്രമാക്കി. അപ്പോൾ തൻ്റെ മക്കളായ മഹർഷിമാരിലൂടെ സൃഷ്ടി എന്ന കർമ്മം വേണ്ട വിധത്തിൽ നടന്ന് ജഗത്ത് മുഴുവനും പ്രജകളെ കൊണ്ട് നിറയുന്നില്ല, അത് വിചാരിച്ച പോലെ സംഭവിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ഇങ്ങനെ ഇനി ശരീരം ഉപേക്ഷിച്ച് നിന്നാൽ ശരിയാവില്ല, തൻ്റെ കർമ്മം എന്താ? പ്രജകളെ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ബ്രഹ്മദേവൻ എന്ത് ചെയ്തു? മറ്റൊരു ശരീരത്തെ സ്വീകരിച്ചു. അപ്പോൾ ശരീരമില്ലാതെയാണ് നിന്നിരുന്നത്. അപ്പോൾ മറ്റൊരു ശരീരത്തെ ബ്രഹ്മദേവൻ സ്വീകരിച്ച് മനസ്സ് ഏകാഗ്രമാക്കി സൃഷ്ടിയെ നടത്താനായിട്ട് തുടങ്ങി. പക്ഷേ അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ജ്ഞാത്വ എന്ന് വെച്ചാൽ അറിഞ്ഞിട്ടെന്ന് വെച്ചാൽ തൻ്റെ മക്കളാൽ സൃഷ്ടികർമ്മം വേണ്ട വിധത്തിൽ നടക്കുന്നില്ല എന്ന് അറിഞ്ഞിട്ട് തത് ഹൃദയെ തൻ്റെ ഹൃദയത്തിൽ ഭൂയഹ വീണ്ടും ചിന്തയാമാസ ചിന്തയുണ്ടായി. കൗരവ എന്ന് പറഞ്ഞാൽ ഇവിടെ മൈത്രേയ മഹർഷി വിതുരരെ വിളിക്കുകയാണ്. അല്ലയോ കൗരവ, അല്ലയോ വിതുരരെ,
അപ്പോൾ ബ്രഹ്മാവ് വീണ്ടും ചിന്തിച്ചു, വേണ്ട വിധത്തിൽ സൃഷ്ടികർമ്മം തൻ്റെ മക്കളെ കൊണ്ട് നടക്കണില്ല, 10 പുത്രന്മാരാൽ നടക്കുന്നില്ല ഋഷിമാരാൽ എന്ന് വീണ്ടും അദ്ദേഹം ചിന്തിച്ചു എന്നാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം. അപ്പോൾ തൻ്റെ 10 പുത്രന്മാരാൽ വേണ്ട വിധത്തിൽ സൃഷ്ടികർമ്മം നടക്കുന്നില്ല എന്ന് കണ്ട് ബ്രഹ്മദേവൻ മറ്റൊരു ശരീരത്തെ സ്വീകരിച്ച് സൃഷ്ടിക്കായിട്ട് മനസ്സിനെ ഏകാഗ്രമാക്കി. എന്നിട്ട് അദ്ദേഹം മനസ്സിലാക്കി, മക്കൾ വിചാരിച്ചാൽ പൂർണ്ണമായും ജഗത്ത് മുഴുവൻ പ്രജകളെ കൊണ്ട് നിറയുന്നില്ല. അപ്പോൾ അദ്ദേഹം വീണ്ടും അങ്ങനെ സൃഷ്ടി എങ്ങനെ നടത്തണമെന്ന് ചിന്തിച്ച് സൃഷ്ടികർമ്മം ചെയ്യാൻ തുടങ്ങി. പക്ഷെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, അഹോ അത്ഭുതം, അല്ലയോ ഇത് വളരെ അത്ഭുതം തന്നെയാണ്. അതായത് ബ്രഹ്മാവ് നടത്തുന്ന സൃഷ്ടികർമ്മത്തിന് മൊത്തം തടസ്സങ്ങളാണ് വരുന്നത്. അതായത് ഏതത്മേ വ്യാപൃതസ്യ അഭി നിത്യത എന്ന് വെച്ചാൽ എല്ലായ്പ്പോഴും, ഏതത്മേ എന്ന് വെച്ചാൽ ഞാൻ ഈ നടത്തുന്ന വ്യാപൃതസ്യ അഭി എന്ന് വെച്ചാൽ വ്യാപരിച്ചിരിക്കുകയാണ് ഈ സൃഷ്ടികർമ്മത്തിൽ. ഞാൻ എപ്പോഴും സൃഷ്ടികർമ്മം തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് പറയുന്നത്, അത്ഭുതം തന്നെയാണിത്. ഞാൻ എപ്പോഴും എൻ്റെ സൃഷ്ടികർമ്മത്തിൽ വ്യാപരിച്ചിരിക്കുകയാണ്, അതായത് സദാ സൃഷ്ടികർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ നഹ എന്ന് വെച്ചാൽ ഇല്ല. ഹി ഏതന്തേ പ്രജാനൂനം, വേണ്ട വിധത്തിൽ ഈ ജഗത്ത് പ്രജകളാൽ നിറയുന്നില്ല. അതാണ് ഹി ഏതന്തേ എന്ന് വെച്ചാൽ വർദ്ധിച്ചു വരുന്നില്ല. ഹി ഏതന്തേ വർദ്ധിച്ചു വരുന്നില്ല, പ്രജാനൂനം തീർച്ചയായിട്ടും പ്രജകളാൽ ഈ ജഗത്ത് നിറയണില്ല വേണ്ട വിധത്തിൽ. അതാണ് ബ്രഹ്മാവിനൊരു തടസ്സം ഉണ്ടായത്, അനുഭവപ്പെട്ടത് എന്ന് മനസ്സിലായോ? താൻ രണ്ടാമതും ശരീരം എടുത്തു. 10 മക്കളാൽ സൃഷ്ടി വേണ്ട വിധത്തിൽ നടക്കണില്ല എന്ന് കണ്ടപ്പോൾ ബ്രഹ്മദേവൻ വീണ്ടും ശരീരം എടുത്തു. എന്നിട്ട് ആലോചിച്ചു വീണ്ടും സൃഷ്ടികർമ്മം നടത്തണമെന്ന്. അപ്പോഴും എപ്പോഴും താൻ സൃഷ്ടികർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ എന്നിട്ടും വേണ്ട വിധത്തിൽ ഈ ജഗത്ത് മുഴുവനും പ്രജകളാൽ നിറയുന്നില്ല. അപ്പോഴാണ് മനസ്സിലായത്, ദൈവം അത്ര വിഘാതകം, അത്ര ഈ സൃഷ്ടികർമ്മത്തിൽ ദൈവം ഈശ്വരൻ്റെ ഇച്ഛയ്ക്കനുസരിച്ചല്ല നടക്കുന്നത്. വിഘാതകം, ഇതിന് തടസ്സം നിൽക്കുന്നത്, അല്ലെങ്കിൽ ഈ സൃഷ്ടികർമ്മം വേണ്ട രീതിയിൽ നടക്കാത്തതിന് കാരണം ഇത് ഭഗവാന്റെ ഇച്ഛ പോലെയല്ല നടക്കുന്നത്. അതാണ് അതിന് തടസ്സമായി, ഭഗവാൻ തന്നെയാണ് അതിന് തടസ്സമായി നിൽക്കുന്നത് എന്ന് ബ്രഹ്മദേവന് മനസ്സിലായി. അപ്പോൾ ബ്രഹ്മാവിന് മനസ്സിലായി, നേരത്തെ ഭഗവാന്റെ നിർദ്ദേശപ്രകാരമാണ് ബ്രഹ്മദേവൻ സൃഷ്ടികർമ്മം നടത്തിയത്. പക്ഷേ വീണ്ടും വീണ്ടും മക്കളെയൊക്കെ സൃഷ്ടിച്ചു, പിന്നെ ശരീരം ഉപേക്ഷിച്ചു, തെറ്റായിട്ടൊരു അപരാധം ചെയ്തപ്പോൾ ശരീരം ഉപേക്ഷിച്ചു. പിന്നെ ആ ശരീരകണങ്ങളിൽ നിന്നും മനസ്സിൽ നിന്നും മുഖത്തു നിന്നും ഒക്കെ സൃഷ്ടിക്കപ്പെട്ടു. എന്നിട്ട് ആ 10 പുത്രന്മാരിൽ നിന്നും സൃഷ്ടികർമ്മം നടത്തിയിട്ടും പോരാന്ന് തോന്നി വീണ്ടും ശരീരം സ്വീകരിച്ചു. എന്നിട്ട് ബ്രഹ്മാവ് വീണ്ടും സൃഷ്ടികർമ്മം നടത്തി, എപ്പോഴും നിത്യത. പക്ഷെ എന്നിട്ടും വേണ്ട വിധത്തിൽ ഈ പ്രപഞ്ചം മുഴുവനും പ്രജകളെ കൊണ്ട് നിറയുന്നില്ല. അപ്പോൾ ബ്രഹ്മാവിന് മനസ്സിലായി, ഇത് ഈശ്വര ഇച്ഛയ്ക്കനുസരിച്ചല്ല താൻ ഇപ്പോൾ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതാണ് അതിനൊരു തടസ്സം സംഭവിക്കുന്നത് എന്ന് ബ്രഹ്മദേവന് മനസ്സിലായി. അതാണ് പറയുന്നത്, ആ വിഘാതകം ദൈവം തന്നെയാണ് ഈ കർമ്മത്തിന് വിരുദ്ധമായിട്ട് തടസ്സമായി നിൽക്കുന്നത്. ഭഗവാന്റെ ഇച്ഛയ്ക്കല്ല ഇത് നടക്കുന്നത്, ഇങ്ങനെയല്ല സൃഷ്ടി നടക്കേണ്ടത് എന്ന് ബ്രഹ്മദേവന് മനസ്സിലായി. അപ്പോൾ ബ്രഹ്മദേവൻ ഈശ്വര ഇച്ഛ എന്താണെന്നറിയാൻ എന്ത് ചെയ്യണം? മനസ്സേകാഗ്രമാക്കി മറ്റെല്ലാ തൻ്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് പ്രജകളെ സൃഷ്ടിക്കാതെ മനസ്സിനെ ഏകാഗ്രമാക്കി ഇരുന്നപ്പോൾ ഈശ്വരൻ്റെ ഇച്ഛ എന്താണെന്ന് മനസ്സിലായി. അതാണ് ശ്ലോകം 52 പറയുന്നത്, ഏവം യുക്തകൃതഃ തസ്യ ദൈവം ച ആവേക്ഷതഃ തദാ കസ്യ രൂപം അഭൂത് ദ്വേദാ യത് കായം അഭിചക്ഷതേന. ഏവം യുക്തകൃതഃ തസ്യ ദൈവം ച ആവേക്ഷതഃ തദാ കസ്യ രൂപം അഭൂത് ദ്വേദാ യത് കായം അഭിചക്ഷതേ. ഏവം ഇപ്രകാരം യുക്തകൃത എന്ന് വെച്ചാൽ യുക്തിപൂർവം വളരെയധികം ആലോചിച്ച് പ്രവൃത്തി ചെയ്യുന്ന തസ്യ ആ ബ്രഹ്മദേവന്, നല്ലോണം യുക്തിപൂർവം ആലോചിച്ച് പ്രവൃത്തി ചെയ്യുന്ന ബ്രഹ്മദേവൻ ഇപ്രകാരം മനസ്സിനെ ഏകാഗ്രമാക്കി ഭഗവാനെ ധ്യാനിച്ചിരുന്നപ്പോൾ ദൈവം ആവേക്ഷതഃ, ഭഗവാന്റെ ഇച്ഛ, ഭഗവാൻ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ആവേക്ഷതഃ എന്ന് വെച്ചാൽ മനസ്സിലായി എന്ന് ബ്രഹ്മദേവന്. അപ്പം ഇങ്ങനെയല്ല ഇനി സൃഷ്ടി ചെയ്യേണ്ടത്. അതാണ് അത് വിചാരിച്ച പോലെ പെരുക വർദ്ധിക്കാത്തത്, സൃഷ്ടി പ്രജകൾ നിറയാത്തത്. അപ്പോൾ എവിടെയാണ് തടസ്സം എന്ന് ആദ്യം മനസ്സിലായില്ല. താൻ പോകുന്ന റൂട്ട് ശരിയല്ല, ഇത് ഈശ്വരൻ്റെ ഇച്ഛയല്ല, അതാണ് ഭഗവാൻ തന്നെ ഇത് ഞാൻ വിചാരിച്ച പോലെ ഒരു സംതൃപ്തി എനിക്ക് തരാത്തത് എന്ന് ബ്രഹ്മാവിന് മനസ്സിലായി. അപ്പോൾ ബ്രഹ്മാവ് കർമ്മം നിർത്തി മനസ്സ് ഏകാഗ്രമാക്കി ഭഗവാനെ ധ്യാനിച്ചപ്പോൾ ബ്രഹ്മദേവനെ ഭഗവാന്റെ ഇച്ഛ എന്താണെന്ന് മനസ്സിലായി. തഥാ അപ്പോൾ ബ്രഹ്മദേവൻ്റെ
കസ്യ എന്ന് വെച്ചാൽ ബ്രഹ്മാവിൻ്റെ, കഹ എന്ന് വെച്ചാൽ ബ്രഹ്മാവിനെയാണ് പറയുന്നത്. കസ്യ ആ ബ്രഹ്മാവിൻ്റെ രൂപം, ആ രണ്ടാമതുണ്ടായ ശരീര രൂപം ഉണ്ടല്ലോ, ആ രൂപം ദ്വേത രണ്ടായിട്ട് അഭൂത് പിരിഞ്ഞൂന്ന്, രണ്ടായി പിരിഞ്ഞൂന്ന്. ബ്രഹ്മാവിൻ്റെ ആ ശരീരരൂപം രണ്ടായിട്ട് പിരിഞ്ഞു. അതാണ് യത്, ആ പിരിഞ്ഞ ശരീരരൂപമാണ് കായം അഭിചക്ഷതേ, കായം എന്ന് വിളിക്കുന്നത്. അഭിചക്ഷത എന്ന് വെച്ചാൽ പറയപ്പെടുന്നത്. കായം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? ശരീരം. അപ്പൊ ദേഹം എന്ന ഭൗതിക ശരീരം ഉണ്ടല്ലോ, ആ ശരീരം എന്ന് വിളിക്കുന്നത് ബ്രഹ്മാവിൻ്റെ ഈ രണ്ടായി പിരിഞ്ഞ രൂപങ്ങളെയാണ് കായം എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? ബ്രഹ്മാവിൻ്റെ ശരീരം രണ്ടായി പിരിഞ്ഞ ഈ രണ്ട് രൂപങ്ങളുണ്ടല്ലോ, ഇതിനെയാണ് കായം എന്ന് വിളിക്കുന്നത്. അപ്പോൾ കായം എന്ന് വിളിക്കുന്ന ദേഹം, ഭൗതിക ശരീരം എന്ന് വിളിക്കുന്നത് ഇങ്ങനെ രണ്ടായി പിരിഞ്ഞ ബ്രഹ്മാവിൻ്റെ രണ്ട് രൂപങ്ങളുണ്ടല്ലോ, ആ രൂപങ്ങളെയാണ് കായം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആ രണ്ടെണ്ണം എന്ന് പറയുന്നത് ആരായിരിക്കും? സ്ത്രീയും പുരുഷനും. അതായത് ഇതുവരെ ബ്രഹ്മാവ് ഇങ്ങനെ മനസ്സിൽ നിന്നും ആ ഇന്ദ്രിയങ്ങളിൽ നിന്നൊക്കെ തനിയെ ഇങ്ങനെ ഉണ്ടാവുകയായിരുന്നു സൃഷ്ടി. അപ്പോൾ ഭഗവാൻ ഇനി അതിനൊരു തടസ്സം നിന്നതിൻ്റെ കാരണം എന്താ വെച്ചാൽ, ഇനി അങ്ങനെയല്ല സൃഷ്ടി നടക്കേണ്ടത്. അതായത് ബ്രഹ്മാവിൽ തന്നെ ഒരു വികാരം സ്വപുത്രിയായ സരസ്വതീ ദേവിയോട് തോന്നിയിരുന്നു, അതായത് കാമം എന്നൊരു വികാരം. അതായത് ഇനി ഒരു സ്ത്രീയും പുരുഷനുമായിട്ട് രണ്ട് ശരീരങ്ങൾ ഉണ്ടായി, അവരുടെ സംയോഗത്തിലൂടെ വേണം ഇനി പ്രജകൾ ഉണ്ടാവാൻ. അതാണ് ഭഗവാന്റെ ഇച്ഛ. അല്ലാതെ ബ്രഹ്മാവിൽ നിന്നും ഓരോ അവയവത്തിൽ നിന്ന് ഇനി ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ ഉണ്ടാവുകയല്ല വേണ്ടത്. ഈ പ്രപഞ്ചം ബ്രഹ്മാവിൽ നിന്ന് അങ്ങനെ ഉണ്ടായാൽ ആ ഉണ്ടാവൽ ഇനി മഹർഷിമാരിൽ നിന്നും അങ്ങനെ ഉണ്ടായി. പക്ഷേ അങ്ങനെ എല്ലാവർക്കും പറ്റുമോ? എല്ലാവരുടെയും പിന്നീടുണ്ടാവുന്ന പ്രജകളുടെയൊക്കെ ശരീരത്തിൽ നിന്ന് അങ്ങനെ ഉണ്ടാവില്ല. അങ്ങനെ അവരുടെ ശരീരാവയവങ്ങളിൽ നിന്ന് ഇനി ഒരു സൃഷ്ടി നടക്കില്ല. സൃഷ്ടി നടക്കണമെങ്കിൽ അവിടെ സ്ത്രീ പുരുഷ സംയോഗം ഉണ്ടാവണം. അപ്പൊ ഭഗവാൻ അത് മനസ്സിലായി. അപ്പൊ ബ്രഹ്മാവ് ഇങ്ങനെ പ്രജകളെ സൃഷ്ടിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ഇതിൽ സ്ത്രീ എന്നും പുരുഷനെന്നും രണ്ട് വിഭാഗം ഉണ്ടാവണം. അവരുടെ സംയോഗത്തിലൂടെ വേണം ഇനി സൃഷ്ടി നടക്കാൻ. അതാണ് ഭഗവാന്റെ ഇച്ഛ. അതാണ് ബ്രഹ്മാവിൻ്റെ സൃഷ്ടിക്ക് ഭഗവാൻ ഒരു തടസ്സം നിന്നത്. ഇങ്ങനെയല്ല അതിനി പോകേണ്ടത് എന്നർത്ഥത്തിൽ. അപ്പോൾ മനസ്സ് ഏകാഗ്രമാക്കി ധ്യാനിച്ചപ്പോൾ ഭഗവാന്റെ ഇച്ഛ എന്താണെന്ന് ബ്രഹ്മാവിന് മനസ്സിലായി. അപ്പോൾ ബ്രഹ്മദേവൻ അത് മനസ്സിലാക്കിയ ഉടനെ ബ്രഹ്മദേവൻ്റെ ശരീരം രണ്ടായി പിരിഞ്ഞു. ആ പിരിഞ്ഞതാണ് രണ്ട് ശരീരങ്ങളായിട്ട്. അവിടെ നിന്നാണ് ശരീരം, കായം എന്ന് പറയുന്നത് ദേഹം, ഭൗതിക ശരീരം ഉണ്ടായത്. മനസ്സിലായോ? ഇനി ശ്ലോകം 53. താഭ്യാം രൂപ വിഭാഗാഭ്യാം മിഥുനം സമബദ്ധ്യത. താഭ്യാം രൂപ വിഭാഗാഭ്യാം, അതായത് താഭ്യാം എന്ന് വെച്ചാൽ ആ, രൂപ വിഭാഗാഭ്യാം എന്ന് വെച്ചാൽ ഈ രണ്ട് രൂപങ്ങളുണ്ടല്ലോ, ആ രണ്ട് ബ്രഹ്മാവിൻ്റെ ശരീരം രണ്ടായി പിരിഞ്ഞ ആ രണ്ട് രൂപങ്ങൾ, അതിൽ മിഥുനം എന്ന് വെച്ചാൽ ഒന്ന് സ്ത്രീയും ഒന്ന് പുരുഷനും സമബദ്ധ്യത ഉണ്ടായി എന്ന്. ബ്രഹ്മാവിൻ്റെ ശരീരം രണ്ടായി പിരിഞ്ഞ് ആ രണ്ട് രൂപങ്ങളിൽ നിന്നും അതിലൊരു രൂപം സ്ത്രീയായും ഒരു രൂപം പുരുഷനായും ഉത്ഭവിച്ചു എന്ന്. ഇനി അങ്ങനെ ഉത്ഭവിച്ച ആദ്യത്തെ പുരുഷനും സ്ത്രീയും ആരാണെന്നാണ് ശ്ലോകം 54 പറയുന്നത്. ബ്രഹ്മാവിൻ്റെ ശരീരം രണ്ടായി പിരിഞ്ഞ ആ രണ്ട് രൂപം, അതിൽ ഒന്ന് സ്ത്രീയും ഒന്ന് പുരുഷനെന്നും പറഞ്ഞില്ലേ, അതിലെ ആദ്യത്തെ പുരുഷൻ, അതിൽ ഏറ്റവും ആദ്യത്തെ പുരുഷനും ഏറ്റവും ആദ്യത്തെ സ്ത്രീ ആരാണെന്നാണ് ശ്ലോകം 54 പറയുന്നത്. യസ്തു തത്ര പുമാൻ സഹ അഭൂത് മനുഹു സ്വയംഭുവ സ്വരാട്. സ്ത്രീ യഹ ആസീത് ശതരൂപാഖ്യ മഹിഷസ്യ മഹാത്മനഃ. യഹാത്തുവിൻ്റെ ഏതൊരാളാണോ തത്ര എന്ന് വെച്ചാൽ അവിടെ ആ ബ്രഹ്മാവിൻ്റെ രൂപം രണ്ടായി പിരിഞ്ഞ രണ്ട് രൂപങ്ങളായില്ലേ, അതാണ് തത്ര. ആ രണ്ട് രൂപങ്ങളിൽ പുമാൻ എന്ന് വെച്ചാൽ പുരുഷരൂപം, അത് ആണ്. യഹാത്തു ഏതൊരാളാണോ അതിൽ പുരുഷരൂപം സ്വീകരിച്ചത്, സഹ അവൻ, അഭൂത് ഉണ്ടായത്, സ്വയംഭൂവ മനുഹു, സ്വയംഭൂവ മനുവായിരുന്നു. സ്വയംഭൂവ മനുവാണ് സ്വരാട് എന്ന് വെച്ചാൽ നിയന്താവ്. അതായത് ആ ഒരു മന്വന്തരത്തിൻ്റെ നിയന്താവായിട്ടുള്ള സ്വയംഭൂവ മനുവായിരുന്നു ബ്രഹ്മാവിൻ്റെ ശരീരരൂപം രണ്ടായി പിരിഞ്ഞതിലെ പുരുഷരൂപം സ്വീകരിച്ച് സൃഷ്ടിക്കപ്പെട്ട ആദ്യത്തെ പുരുഷൻ സ്വയംഭൂവ മനുവിനെ. ആ മനുവിലൂടെയാണല്ലോ ആ മന്വന്തരം
ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ സ്വയംഭൂവ മനുവായിരുന്നു അതിലാദ്യത്തെ പുരുഷൻ. ഇനി മറ്റേ ശരീരരൂപം സ്ത്രീ ആയിരുന്നല്ലോ, അതാണ് സ്ത്രീ യഹ. സ്ത്രീ ആയിരുന്നത് ആരാണോ അത് ആസീദ് ഉണ്ടായി. ആസീദ് എന്ന് വെച്ചാൽ ഉണ്ടായി. ശതരൂപാക്യ, ശതരൂപ എന്ന ആക്യാന്ന് വെച്ചാൽ എന്ന പേരിൽ അറിയപ്പെടുന്ന സ്ത്രീയായിരുന്നു. അത് ആരായിരുന്നു? മഹാത്മന, മഹാത്മാവായിട്ടുള്ള ആ സ്വയംഭൂവ മനുവിൻ്റെ മഹിഷസ്യ പത്നി, രാജ്ഞിയായിരുന്ന ശതരൂപയായിരുന്നു രണ്ടാമത്തെ രൂപം. അപ്പോൾ അവരിലൂടെയാണ്, അതായത് സ്വയംഭൂവ മനുവും അദ്ദേഹത്തിൻ്റെ പത്നി ശതരൂപ, അവരിലൂടെ, അവരുടെ സംയോഗത്തിലൂടെയാണ് ഇനി ഈ ഒരു മന്വന്തരത്തിലെ ജനങ്ങളെല്ലാം, പ്രജകളെല്ലാം സൃഷ്ടിക്കപ്പെടേണ്ടത്. മനസ്സിലായി? അപ്പം അങ്ങനെയാണ്, അവരാണ് ഇനി ജനിക്കേണ്ടത്. അതാണ് ബ്രഹ്മാവ് സൃഷ്ടികർമ്മം നടത്തിയപ്പോൾ ഭഗവാൻ അതൊന്ന് തടസ്സം തന്നത്, വേണ്ട രീതിയിൽ അതാക്കി കൊടുത്തില്ല. അപ്പോൾ ബ്രഹ്മാവിന് മനസ്സിലായി എവിടെയോ തടസ്സം ഉണ്ടെന്ന്. അപ്പോൾ ബ്രഹ്മാവ് അതറിയാൻ മനസ്സിനെ ഏകാഗ്രമാക്കി ഇരുന്നപ്പോഴാണ് ബ്രഹ്മാവിന് അത് മനസ്സിലായത്. അങ്ങനെ ബ്രഹ്മദേവൻ അത് മനസ്സിലാക്കിയപ്പോൾ ബ്രഹ്മദേവൻ്റെ ശരീരം തന്നെ രണ്ടായി പിരിഞ്ഞു. അതിലൊന്ന് പുരുഷനും ഒന്ന് സ്ത്രീയും. അതാണ് കായം, ഭൗതിക ശരീരം എന്ന് പറയുന്നത്. അതിൽ പുരുഷൻ എന്ന് പറയുന്നത് ആ മന്വന്തരത്തിൻ്റെ പിതാവായിട്ടുള്ള, നിയന്താവായിട്ടുള്ള, സാമ്രാട്ടായിട്ടുള്ള സ്വയംഭൂവ മനുവും, സ്ത്രീയായി പിരിഞ്ഞ സ്ത്രീയുടെ രൂപം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പത്നിയായ ശതരൂപയും ആയിരുന്നു. അപ്പോൾ സ്വയംഭൂവ മനുവും ശതരൂപയും സൃഷ്ടിക്കപ്പെട്ടു. ഇനി ശ്ലോകം 55. തഥാ മിഥുനധർമ്മേണ പ്രജാഹി ഏത ബഭൂവിരേ. ബഭൂവിരേ, ബഭൂവിരേ എന്ന് വെച്ചാൽ വർദ്ധിച്ചു വന്നു എന്ന്. തഥാ, അപ്പോൾ, മിഥുനധർമ്മേണ, സ്വയംഭൂവ മനുവും അദ്ദേഹത്തിൻ്റെ പത്നിയായിട്ടുള്ള ശതരൂപയും തമ്മിലുള്ള മിഥുനധർമ്മേണ, അവരുടെ ആ ഒരു കുടുംബജീവിതം, അവരുടെ സംയോഗത്തിലൂടെ പ്രജാഹി, പ്രജകളാൽ, ഏതം ബഭൂവിരേ എന്ന് വെച്ചാൽ ജഗത്ത് മുഴുവനും നിറഞ്ഞു എന്ന്. അവരിലൂടെയാണ് ജഗത്ത് മുഴുവനും പിന്നെ ആ മന്വന്തരത്തിലെ സകല പ്രജകളും സൃഷ്ടിക്കപ്പെട്ടത് എന്നാണ് പറയുന്നത്, അവരുടെ സംയോഗത്തിലൂടെ. ശ്ലോകം 56. ഇനി അവരിലൂടെ സൃഷ്ടിക്കപ്പെട്ട അവരുടെ മക്കൾ ആരൊക്കെയാണെന്നാണ് പറയുന്നത്. സഹ ച അഭി ശതരൂപായാം പഞ്ച അപത്യാനി അജീജനത്. അജീജനത്, പഞ്ച അപത്യാനി അജീജനത്. പ്രിയവ്രത ഉത്താനപാദൗ തിസ്ര കന്യാശ്ച കന്യഹാച ഭാരത ആഗൂതി ദേവഹൂതി ച പ്രസൂതി ഇതി സത്തമ. സഹ ച അഭി എന്ന് വെച്ചാൽ ആ സ്വയംഭൂവ മനു, അതാണ് സഹ, അദ്ദേഹം. അപ്പോൾ ബ്രഹ്മാവിൻ്റെ ശരീരരൂപത്തിലെ ഒന്ന് പുരുഷരൂപമായ സ്വയംഭൂവ മനു, അദ്ദേഹവും ശതരൂപായാം, ശതരൂപയ്ക്കും ചേർന്ന് പഞ്ച അപത്യാനി, 5 കുട്ടികൾ അജീജനത്ത് ഉണ്ടായിരുന്നു. അവർക്ക് 5 മക്കളാണ് ഉണ്ടായത്, സ്വയംഭൂവ മനുവിനും ശതരൂപയ്ക്കും. അതാണ് പഞ്ച അപത്യാനി, 5 കുട്ടികൾ അജീജനത്ത് ഉണ്ടായി. പ്രിയവ്രത ഉത്താനപാദ. അപ്പോൾ ഉത്താനപാദവ് എന്ന് പറയുന്നത് അവരെ രണ്ടുപേരുടെ പേര് ഒരുമിച്ച് പറഞ്ഞതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ പ്രിയവ്രതനും ഉത്താനപാദനും ഇവർ രണ്ടുപേരാണ്, 2 ആൺമക്കൾ അവരുടെ. പ്രിയവ്രതൻ, ഉത്താനപാദൻ, 2 ആൺമക്കൾ. പിന്നെ തിസ്ര എന്ന് വെച്ചാൽ 3 കന്യാശ്ച, കന്യകമാര്, പുത്രിമാരും ഉണ്ടായി. ഹേ ഭാരത, മൈത്രേയ മഹർഷി വിദുരരെ വിളിക്കുകയാണ്, അല്ലയോ ഭാരത, ശതരൂപയ്ക്കും സ്വയംഭൂവ മനുവിനും 5 മക്കളാണ് ഉണ്ടായത്. അതിൽ 2 ആൺമക്കളാണ്, പ്രിയവ്രതനും ഉത്താനപാദനും. 3 പെൺമക്കളും ഉണ്ടായി. ആ 3 പെൺമക്കൾ എന്ന് പറയുന്നത് ആഗൂതി, ദേവഹൂതി, പ്രസൂതി ഇതി. ഇപ്രകാരമാണ് സത്തമ. സത്തമ എന്ന് വിളിക്കുന്നതും വിദുരരെയാണ്. അപ്പോൾ ആഗൂതി, ദേവഹൂതി, പ്രസൂതി, ഇങ്ങനെ 3 പെൺമക്കളും ഇവർക്ക് ഉണ്ടായി എന്ന് മനസ്സിലായല്ലോ അല്ലേ. അപ്പോൾ 5 മക്കളുണ്ടായി. ഇനി ഈ 5 മക്കളെ സ്വയംഭൂവ മനു 5 പെൺമക്കളെയും വിവാഹം ചെയ്തു കൊടുത്തത് ആർക്കാണെന്നാണ് പറയുന്നത്. ശ്ലോകം 57. ആഗൂതി രുചയേ പ്രാതാത് കർദമായ തു മധ്യമാം ദക്ഷായ അധാത് പ്രസൂതിയും ചയത് ആഭൂരിതം ജഗത്ത്. അതായത് ആഗൂതി എന്ന മൂത്ത മകളെ രുചി എന്ന മഹർഷിക്ക് പ്രാതാത് വിവാഹം ചെയ്തു കൊടുത്തു എന്ന്. സ്വയംഭൂവ മനു, പിതാവായ സ്വയംഭൂവ മനു തൻ്റെ മൂത്ത മകളായിട്ടുള്ള ആഗൂതിയെ രുചേ എന്ന മഹർഷിക്ക് വിവാഹം ചെയ്തു കൊടുത്തു. ഇനി മധ്യമാം, ഇടയ്ക്കുള്ള മകളെ, അതായത് ദേവഹൂതിയെ കർദമൻ എന്ന പ്രജാപതിക്ക് വിവാഹം ചെയ്തു കൊടുത്തു. ഇനി
പ്രസൂതി എന്ന മകളെ ദക്ഷായ ആദത്ത്, ദക്ഷൻ എന്ന രാജാവിനും പ്രജാപതിക്കും വിവാഹം ചെയ്തു കൊടുത്തു. യത് എന്ന് വെച്ചാൽ ഇവരിലൂടെയാണ് ജഗത് ആഭൂരിതം, ഇനി അവരിലൂടെ ഈ ജഗത്ത് മുഴുവൻ പ്രജകളാൽ നിറഞ്ഞു. ഇപ്പോഴാണ് ശരിക്കും പ്രജകളാൽ നിറഞ്ഞത്, മനസ്സിലായി? അപ്പോൾ അവരുടെ മക്കള് അങ്ങനെ ഈ ഒരു മന്വന്തരം, ആ മന്വന്തരത്തിലെ മുഴുവൻ പ്രജകളും സ്വയംഭുവ മനുവും ശതരൂപയ്ക്കും അവരുടെ മക്കളായിട്ട് ഉണ്ടായതാണ്. അവരുടെ മക്കളായിട്ട് ആദ്യം 5 മക്കളാണ്, പ്രിയവ്രതനും ഉത്താനപാദനും, പിന്നെ 3 പെൺമക്കളും. അത് ആകൂതി, ദേവഹൂതി, പ്രസൂതി. ഇനി അവരെ ആകൂതിയെ രുചി എന്ന മഹർഷിയും ദേവഹൂതിയെ അതുപോലെ കർദമ പ്രജാപതിക്കും പ്രസൂതിയെ ദക്ഷനും വിവാഹം ചെയ്തു കൊടുത്തു. ഇനി അവരിലൂടെയാണ് ഈ ജഗത്ത് മുഴുവനും ആ മന്വന്തരത്തിലെ പ്രജകളെ കൊണ്ട് നിറഞ്ഞത്. മനസ്സിലായ? ഇത്രയും പറഞ്ഞുകൊണ്ട് 12ാമത്തെ അധ്യായം ഇവിടെ അവസാനിക്കുന്നു. ഇനി അധ്യായം 13 നമ്മൾ ഞായറാഴ്ച ആരംഭിക്കും. മനസ്സിലായില്ലേ?